സഹോദരങ്ങളെ, 275 കോടിയിലധികം മുസ്ലിമീങ്ങള് ഈ ലോകത്ത് അധിവസിക്കുന്നുണ്ടെന്ന് 2024 ഏറ്റവും പുതിയ കണക്ക് പുറത്തു വരുമ്പോ 19.25 ലക്ഷം കോടി ജനങ്ങള് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അധിവസിക്കുന്നുണ്ടെന്ന് പറയുമ്പോ സഹോദരങ്ങളെ, റസൂലുള്ള പറയുകയാ, ബല്ലിന്നകും യൗമൈദിന കസീറൂൻ, നിങ്ങൾ എണ്ണത്തിൽ കുറവല്ല, നിങ്ങൾ ന്യൂനപക്ഷമെന്ന് റേഷൻ കാർഡിൽ മാത്രമാണ് നിങ്ങൾ ന്യൂനപക്ഷം. സമുദായമേ, നിങ്ങൾ ഭൂരിപക്ഷമാ. വലാകിന്നകും ഗുസാഉൻ കഗുസാഇ സൈൽ, അന്നത്തെ ദിവസം നിങ്ങൾ മഴവെള്ളപ്പാച്ചിലിലെ ചണ്ടികളെ പോലെയാ. നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിവില്ല. മുസ്ലിം ഉമ്മത്തിനൊരു പ്രയാസം വരുമ്പോൾ നിങ്ങളുടെ വായിൽ സംസാരിക്കാനാവില്ല. പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെ മക്കളെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരില്, ധരിച്ച വസ്ത്രത്തിന്റെ പേരില് എത്രയാ മുസ്ലിം മക്കളെ തല്ലിക്കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടത്. പലപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, അത് വടക്കേ ഇന്ത്യയിലല്ലേ, അത് തെക്കേ ഇന്ത്യയിലല്ലേ, എന്റെ നാട്ടിലേക്ക് ഇത് കടന്നു വന്നിട്ടില്ലല്ലോ. റസൂലുള്ള എത്ര കൃത്യമായിട്ടാണ് ദീർഘവീക്ഷണത്തോടെയാ ഈ സമുദായത്തോട് പറഞ്ഞു തന്നത്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇ സൈൽ, ഈ സമുദായം എണ്ണത്തിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ 20 കോടിയോ 200 കോടിയിലോ അധികം ഉണ്ടാവും. പക്ഷേ മുസ്ലിം സമുദായത്തിനൊരാവശ്യം വരുമ്പോ നിങ്ങളുടെ വായിൽ നാവുണ്ടാവൂല. അവിടെ എന്റെ അധികാരമാണ്. അധികാരത്തിന്റെ അപ്പക്കഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അധികാരം തന്റെ ഹൃദയത്തെ, തന്റെ മസ്തിഷ്കത്തെ മത്ത് പിടിപ്പിച്ചപ്പോ സമുദായത്തെ നമ്മൾ മറന്നു പോവുകയാണ്. ഈ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആളില്ല. യാൻവാപ്പി പള്ളിയുടെ മുമ്പില് ഈ സമുദായത്തിന്റെ മക്കള്, എന്റെ പ്രിയമുള്ളവരെ, 1000ഓളം വർഷം ഇബാദത്ത് നടത്തിയ യാൻവാപ്പി പള്ളിയുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, പരിശുദ്ധമായ നമസ്കാരത്തിലേക്ക് അതുവരെ ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരുന്ന ഗ്യാൻവാപ്പി പള്ളിയാ പൊളിച്ചെറിഞ്ഞത്. എന്റെ ഉമ്മത്തെ, ശബ്ദിക്കാൻ നിന്റെ വായിൽ ശബ്ദമില്ലാതെ പോയത്. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങളെ തകർത്തെറിഞ്ഞപ്പോൾ നിങ്ങൾ സമന്വയം പാലിക്കണേ, നിങ്ങൾ പ്രതിഷേധിക്കരുതേ, നിങ്ങൾ ആക്രമിക്കരുതേ. ഒരു അമ്പലത്തിന്റെ മുമ്പിലേക്ക് ഒരു കല്ല് പോലും വലിച്ചെറിയരുത് എന്ന് ഈ സമുദായത്തിന്റെ നേതൃത്വം നമ്മോട് പറഞ്ഞപ്പോ അത് അക്ഷരം പടി നമ്മൾ അനുസരിച്ചവരാ. അവസാനം തീരുമാനം വന്നപ്പോഴും നമ്മൾ പറഞ്ഞതെന്താ, ഒരു പള്ളിയല്ലേ പോയത്, പ്രശ്നമാക്കണ്ട, ഇനിയും എത്രയോ പള്ളികളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ സമാധാനപ്പെട്ടവരാ. ഇതാ അടുത്ത പള്ളിയിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുകയാണ്, കഴിയുകയാ. അജ്മീർ ദർഗയിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. ഇനി ഓരോന്ന് മദീനയിലെ ഈദ്ഗാഹ് മസ്ജിദിലേക്ക് 1000ഓളം മസ്ജിദുകളെ കൃത്യമായിട്ട് ഞങ്ങൾ പൊളിച്ചെടുക്കുമെന്ന് സംഘപരിവാര രാഷ്ട്രീയം നമ്മുടെ മുമ്പിൽ വെല്ലുവിളിക്കുമ്പോ നമ്മുടെ നാവ് കൊണ്ട് പോലും ഒരു വാക്ക് ശബ്ദിക്കാൻ എന്തേ ഉമ്മത്തെ നമുക്ക് കഴിയാതെ പോയത്? നമുക്ക് നമ്മുടെ ഭരണത്തിന് തുടർച്ച വേണം. എനിക്കെന്റെ അധികാരം വേണം. സമുദായമെന്നില്ല, രാഷ്ട്രീയമെന്നില്ല. എനിക്കെന്റെ അധികാരത്തിന്റെ കസേരയിൽ അടിയുറച്ചിരിക്കണമെന്ന അധികാരത്തിന്റെ മോഹം എന്തേ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോ അധികാരത്തിന്റെ അപ്പക്കഷണങ്ങൾക്ക് വേണ്ടി ഈ സമുദായത്തിന്റെ മുമ്പ് നീ ഓച്ചാനിച്ച് നിന്നിട്ട് ഈ സമുദായത്തിന്റെ വോട്ട് വാങ്ങിയിട്ട് കീശയിലിട്ടിട്ട് ഭരണകർത്താക്കൾ അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോ എന്തോ വിപ്ലവം ഈ രാഷ്ട്രത്ത് നിങ്ങൾ സംഭവിപ്പിക്കുമെന്ന് പറഞ്ഞവരല്ലേ? എന്തേ നിങ്ങൾ മറന്നുപോയത്? ഈ സമുദായത്തിനെ മറന്നുപോയതെന്തേ? ഈ സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ മറന്നുപോയതെന്തേ? അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വലാകിന്നകും ഗുസാഉൻ കഗുസാഇ സൈൽ,
നിങ്ങൾ മഴവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെയാ. നിങ്ങൾക്കൊരു കമാന്നൊരു വാക്ക് പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വലാകിന്നകും ഖുസാഉൻ കഖുസാഇ സൈൽ വഖദ നസല ബികുമുൽ വഖ്നു വമൽ വഖ്നു യാ റസൂലല്ലാഹ്. ഈ സമുദായമേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ശബ്ദിക്കാത്തതെന്നറിയുമോ? എന്തുകൊണ്ടാണ് നിങ്ങൾ വായുന്നനക്കാത്തതെന്നറിയുമോ? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഒരു രോഗം തരുകയാ. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു വഹ്ൻ എന്ന രോഗം തരുകയാ. വമൽ വഹ്നു യാ റസൂലല്ലാഹ്. എന്താണ് നബിയേ വഹ്ൻ എന്ന രോഗം? റസൂലുള്ള പറയുകയാ, ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത ഇഷ്ടമാണ്. അധികാരവും സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തില് എന്നും നിലനിന്ന് കിട്ടണമെന്നുള്ള അത്യാഗ്രഹമാണ്. ഈ ദുനിയാവിന്റെ സുഖലോലുപതയുടെ പുറത്ത് ഒരുപാട് കാലം ജീവിക്കണമെന്ന് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാത്ത കൊതിയാ, നിന്റെ ഹൃദയത്തിൽ വല്ലാത്ത ഇഷ്ടമാ. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ കുറിച്ച് നിന്റെ ഹൃദയത്തിൽ വെറുപ്പാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഉണരട്ടെ സമുദായമേ, നിങ്ങളുടെ ഹൃദയത്തെ ഉണരട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉണരട്ടെ, നിങ്ങളുടെ മനസ്സുകൾ ഉണരട്ടെ സമുദായമേ. പേടിച്ചരണ്ടു ജീവിക്കേണ്ടവനല്ല, അടിമകളെ പോലെ ജീവിക്കേണ്ടവനല്ല. നമ്മൾ അല്ലാഹുവിന്റെ അടിമ മാത്രമാ, നമ്മളെ ഉടമ അല്ലാഹുവാ. കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയട്ടെ. ജീവിത പാതയങ്ങളിലെ കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറായിക്കോ. ജീവിതത്തിൽ മരിക്കേണ്ട ഒരു സാഹചര്യം കടന്നു വന്നാൽ പോലും അല്ലാഹുവിനോട് ദുആ ചെയ്തോ, അല്ലാഹ് പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ ഈമാൻ എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ഗഫാർ മുകവ്വിറുൽ ലൈലി അലൻ നഹാർ തദ്കിറതൽ ലിയുലിൽ ഖുലൂബി വൽ അബ്സാർ وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الأبرار وعلى آله وأصحابه وأتباعه وعشيرته وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله
وأن المسرفين هم أصحاب النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله مولانا العظيم. وقال سيدنا وقائدنا وأسوتنا محمد مصطفى صلى الله عليه وسلم: ليس الغنى عن كثرة العرض ولكن الغنى غنى النفس. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأصحابه وأهل بيته وأفضل الصلوات وأزكى التسليم. إذ ذاك يدعو الله طه قائل مزوي تسليم علينا شامل بالصالحين كذاك ربي فاعل بدعائه للصالحين عميما. صلوا عليه وسلموا تسليما. وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله عجلال قدرك عاشقا تفخيما. صلوا عليه وسلموا تسليما. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. പെരുങ്കല്ലു മുകളിൽ വെച്ചു മിന്നഹാ തൊട്ട്, ഓതിയിട്ടു മണ്ണും ഇട്ട് സ്ഥലവും വിട്ട്. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യജീവിതമേറെ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. എവിടെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുക എന്നറിയാതെ മനുഷ്യൻ ഓരോ ദിവസവും നെട്ടോട്ടമോടുകയാണ്. ആത്മീയമായ സദസ്സുകളെ സജീവമാക്കുന്നു. പ്രാർത്ഥനാ സദസ്സുകളിലേക്ക് തന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും ജീവിതത്തിന്റെ നൊമ്പരങ്ങളും ആവലാദികളും വേവലാദികളുമെല്ലാം പറഞ്ഞുകൊണ്ട്
സയ്യിദന്മാരുടെ ചാരത്തേക്ക്, ആലിമീങ്ങളുടെ ചാരത്തേക്ക്, മക്കാമുകളിലേക്ക് നാം ഓരോ ദിവസവും ഇങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് നടക്കുകയാണ്. എവിടെയാണ് മനുഷ്യ ജീവിതത്തിന്റെ ദുരിതങ്ങൾ തീരുന്നത്? എവിടെയാണ് മനുഷ്യ ജീവിതത്തിൽ സമാധാനമുണ്ടാവുന്നത്? എവിടെയാണ് എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയും അവസാനിക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ട് മനുഷ്യൻ അവന്റെ ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും വളരെയേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നാം പിറന്നു വീണത് മുതൽ ഖാബിലുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയമത്രയും മനുഷ്യ ജീവിതത്തിന്റെ ഓരോ മേഖലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിന്റെ ഇടനാഴികൾ കയ്പുനീരുകൾ നിറഞ്ഞതുമാവുന്നു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതലേ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അവിടെയാണ് ജീവിതത്തിന്റെ പാതയങ്ങളിൽ കാലിടറുമ്പോൾ, ജീവിത പ്രയാസങ്ങളുടെ നൗകയിലൂടെ നാം നടന്നു നീങ്ങുമ്പോ ആ ജീവിത പ്രയാസത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാനും ഈമാനികമായൊരു മനോബലം വിശ്വാസി അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ രൂഢമൂലമാക്കി എടുക്കുവാനുമുള്ള വലിയൊരു ശ്രമം നടത്തേണ്ടത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇൻഷാ അല്ലാഹ് സമയം 10:30 മണിയായി. ഒരു 11:30 മണി അങ്ങേയറ്റം പോയാൽ ഒരു 12 മണിക്കുള്ളിൽ ദുആ ഉൾപ്പെടെ നാം സദസ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. കുറഞ്ഞ സമയം വളരെ വിശാലമായി നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചെവി തുറക്കണമെന്നല്ല, നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പറയുന്ന വിഷയത്തെ പ്രതിഷ്ഠിച്ചിട്ട് ജീവിത പാതയങ്ങൾക്ക് മുമ്പിൽ കാലിടറുമ്പോൾ അള്ളാഹുവിലേക്ക് സർവ്വതും സമർപ്പിച്ചിട്ട് നമുക്ക് ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 11:30-12 മണി വരെ ഇരിക്കൂലേ നിങ്ങളെല്ലാവരും? ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ്. ഇരിക്കാത്തവരുണ്ടോ ഒന്ന് കൈ പൊക്കിക്കോളും, കാണട്ടെ. ഇരിക്കാത്ത ആരെങ്കിലും ഉണ്ട്? ആ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇരിക്കും, എല്ലാവരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ പോരാ, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധരായ സഹാബത്തും ഒന്നിച്ച് പരിശുദ്ധമായ മദീനത്തു ത്വയ്യിബയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോട് തന്റെ ജീവിത പാതയങ്ങളിലേറ്റ പ്രയാസത്തെ പറ്റി പറയുകയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളുടെ ജീവിതം വളരെ ദുരിതത്തിലാണ്, പ്രശ്നത്തിലാണ്. ഞങ്ങളുടെ ജീവിതം വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ, അയ്യുന്നാസി അസദ്ദു ബലാഅൻ, നബിയേ, ജനങ്ങളിലേറെ പ്രയാസഘട്ടത്തിലൂടെ കടന്നുപോയവരാരാ? അള്ളാഹുവിന്റെ പ്രവാചകരെ, ജീവിതത്തിലേറെ ദുരിതക്കയത്തിലൂടെ കടന്നുപോയവരാരാ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ജീവിത പാതയങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയവരാരാ നബിയേ? പലപ്പോഴും ഈ ചോദ്യം എന്റെ സഹോദരങ്ങളെ സ്വശരീരത്തോട് ചോദിച്ചു പോവാറില്ലേ? അല്ലാഹുവേ, അല്ലാഹുവേ, ആരെയാണ് അല്ലാഹു ദുനിയാവിലേറെ പ്രയാസഘട്ടത്തിലൂടെ കടത്തിവിട്ടത്? ആരെയാ ജീവിതത്തിന്റെ ദുരിതക്കയത്തിലൂടെ അല്ലാഹു പറഞ്ഞു വിട്ടത്?
നൂറ്റാണ്ട് 14 മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ മദീന ത്വയ്യിബയിൽ ഇരിക്കുമ്പോ തന്റെ സഹാബത്തിനോട് പറഞ്ഞത്, സഹാബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നിങ്ങളെ പറഞ്ഞയച്ചത് എങ്ങനെന്നറിയുമോ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് ക്ലേശത്തിൽ നിന്നാണ്. മനുഷ്യനെ അല്ലാഹു പടച്ചത് ദുഃഖത്തിൽ നിന്നാ. എന്തിനാണ് അല്ലാഹു ഈ ദുനിയാവിന്റെ പുറത്ത് നിങ്ങളെ ജനിപ്പിച്ചതെന്നറിയുമോ? ഈ ദുനിയാവിന്റെ പുറന്തൊലിയുടെ പുറത്ത് ജീവിക്കുന്ന സമയത്ത് അല്ലാഹു തീരുമാനിച്ച അജലെത്തുമ്പോ നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചിട്ട് ഖാബിലുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോകുന്ന ഒരു സമയമുണ്ടല്ലോ, നിങ്ങളുടെ മരണത്തിന്റെ സമയമുണ്ടല്ലോ. ആ സമയം അല്ലാഹു ദുനിയാവിൽ വെച്ചതെന്തിനെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയട്ടെ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മനുഷ്യരെ, നിങ്ങളെ അല്ലാഹു ജനിപ്പിച്ചത്, നിങ്ങൾക്ക് അല്ലാഹു ജനന മരണങ്ങളെ തീരുമാനിച്ചത് ഈ ദുനിയാവിന്റെ പുറന്തൊലിയുടെ പുറത്ത് ആർഭാടത്തിലും ആനന്ദത്തിലും കഴിച്ചു കൂട്ടാനല്ല. ദുനിയാവിന്റെ സർവ്വസുഖരസങ്ങളും തന്റെ ശരീരത്തോട് ചേർത്തു വെച്ചിട്ട് തന്റെ ഭാര്യയും തന്റെ സന്താനങ്ങളോടൊത്ത് അടിച്ചു പൊളിച്ചു ജീവിക്കാനല്ല. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു കൊടുക്കുകയാ, സഹാബ, ജനന മരണങ്ങളെ അല്ലാഹു തീരുമാനിച്ചത്, നിങ്ങൾക്ക് മരണവും ജനനവും അല്ലാഹു തീരുമാനിച്ചത് ആരാണ്? ഈ ദുനിയാവിന്റെ പുറന്തൊലിയുടെ പുറത്തു ജീവിക്കുന്ന കാലത്ത് ആരാണ് അല്ലാഹുവിനെ അനുസരിച്ചു ജീവിക്കുന്നവര്, ആരാണ് സൽക്രമങ്ങൾ ചെയ്യുന്നവനെന്നറിയാനാ. തന്റെ ജീവിതത്തിന്റെ പാതയങ്ങളിൽ അല്ലാഹു പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും സംവിധാനിച്ചതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പറയുകയാ, അയ്യുന്നാസി അസദ്ദു ബലാഅൻ. നബിയെ, ജനങ്ങളിൽ അല്ലാഹു ഏറെ പരീക്ഷിച്ചതാരെയാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽ-അംബിയാഉ അൽ-അംബിയാഉ അൽ-അംബിയാഉ. സഹാബ, ദുനിയാവിൽ അല്ലാഹു ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച 1,24,000 പരം അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, അവരെയാണ് അല്ലാഹു ജീവിതത്തിന്റെ പാതയങ്ങളിൽ ഏറെ പരീക്ഷണത്തിലൂടെ പറഞ്ഞു വിട്ടതെന്ന് റസൂലുള്ള പറയുകയാ. പിന്നെ അവരെ പോലെ ജീവിച്ചവരാണ്, അവരെ പോലെ ജീവിച്ചവരാ. യുബ്തല റജുലു അലാ ഹസബി ദീനിഹി. ഒരു മനുഷ്യനെ അല്ലാഹു പ്രയാസപ്പെടുത്തുന്നത്, ഒരു മനുഷ്യനെ അല്ലാഹു നൊമ്പരപ്പെടുത്തുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പാതയങ്ങളിൽ അല്ലാഹു പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത്. എന്റെ പ്രിയമുള്ള മംഗലാപുരത്തെ കർണാടകയിലെ മാടന്നൂര് മക്കാമിന്റെ ചാരെ ഒരുമിച്ച് കൂടി എന്റെ ഉമ്മമാരോട് ഉപ്പമാരോട് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹു ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നത് എപ്പോഴെന്നറിയുമോ? യുബ്തല റജുലു അലാ ഹസബി ദീനിഹി. നിങ്ങളുടെ മതമനുസരിച്ചാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസമനുസരിച്ചാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്. ഫൈൻകാന ദീനുഹു സുൽബാ ഇസ്തദ്ദ ബലാഉഹു.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ ഉറക്കുമ്പോ, ആരാധനായ പടച്ച റബ്ബിനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോ, നമസ്കാരത്തിലൂടെയും സദഖയിലൂടെയും സകാത്തിലൂടെയും ഹജ്ജിലൂടെയും ഉംറയിലൂടെയും ദുനിയാവിന്റെ സായം സന്ധ്യകളിൽ ചെയ്തു പോകുന്ന ചെറുതും വലുതുമായ സർവ്വ സൽക്കർമ്മങ്ങളിലൂടെയും നിങ്ങളുടെ റബ്ബിലേക്ക് അടുക്കുമ്പോഴുണ്ടല്ലോ വാപ്പാ, ആ സമയത്താണ് സത്യവിശ്വാസിയുടെ ജീവിതത്തില് അല്ലാഹു പരീക്ഷണങ്ങൾ തരുന്നതെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടുപ്പമേറുന്നത്, രോഗങ്ങൾ കാർന്നു തിന്നുന്നത്, സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും കടന്നു വരുന്നത്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീയും നിന്റെ റബ്ബും തമ്മിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോഴാ, നിസ്കാരത്തിലൂടെയും നോമ്പിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിലേക്ക് അടുക്കുന്ന സമയത്താണ് അവന്റെ ജീവിതത്തിൽ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും ഈ ഒരു ചോദ്യം നമ്മുടെ ശരീരത്തോട് ഹൃദയത്തോട് നമ്മൾ ചോദിക്കാറുണ്ട്, ഇല്ലയോ? അള്ളാഹുവെ, ഞാൻ നിസ്കരിച്ചു, ഞാൻ നോമ്പ് പിടിച്ചു, ഞാൻ ഹജ്ജ് ചെയ്തു, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തു, മാടന്നൂര് മക്കാമിനും ഈ സ്ഥാപനത്തിനുമൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ എൻ്റെ സാമ്പത്തികത്തിന്റെ പ്രതിസന്ധികൾ പറഞ്ഞിട്ടില്ല, എൻ്റെ പ്രയാസങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്ന് ഈ മക്കൾ കൈ നീട്ടുന്ന സമയത്ത് എന്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തവനാണ്. ഒരു നിസ്കാരം പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ എൻ്റെ റബ്ബിലേക്ക് ആരാധനകളിലൂടെ എൻ്റെ റബ്ബിലേക്ക് ഞാൻ അടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങളാണ്. പലപ്പോഴും നിസ്കരിക്കുന്നതും സ്വതക്ക കൊടുക്കുന്നതും എൻ്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറിക്കിട്ടാനാണ്. പക്ഷേ ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഇങ്ങനെ ഓടിയെടുക്കുമ്പോ അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയത്തോട് നമ്മൾ പറയാറുണ്ട്, അല്ലയോ? എത്ര കർമ്മങ്ങളാണ് ചെയ്തത്. നിസ്കാരവും നോമ്പുകളിലൂടെ ഞാൻ എൻ്റെ റബ്ബിലേക്ക് അടുക്കുമ്പോ അള്ളാഹ് എന്നെ പരീക്ഷിക്കുകയാണല്ലോ. നടക്കാൻ കഴിയാത്ത സമയത്തും ഈ മസ്ജിദിന്റെ മിനാരങ്ങളെ തഴുകി തലോടിയിട്ട് വെളിയിലേക്ക് ബാങ്കിന്റെ ആ ഒരു ധ്വനി വെളിയിലേക്ക് വരുമ്പോൾ നടക്കാൻ എൻ്റെ കാലുകളെ പ്രായം തളർത്തുമ്പോ ഞാനൊരു ഓന്നുവടിയുടെ സഹായത്തോടെ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പോയവനാ. ഒരു നിസ്കാരം പോലും ഞാൻ അറിഞ്ഞുകൊണ്ട് കളഞ്ഞിട്ടില്ല. ഒരു പാവപ്പെട്ടവൻ എൻ്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്നിട്ട് കൈ നീട്ടിയാൽ അല്ലാഹുവേ, അവന്റെ കയ്യിൽ ഒരു നാണയത്തൊട്ട് പോലും വെച്ച് കൊടുക്കാതിരുന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഒരു മനുഷ്യനോട് ഞാൻ പറയാറില്ല. പക്ഷേ ഞാൻ എൻ്റെ റബ്ബിലേക്ക് അടുക്കും തോറും എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളാണ്, ദുരിതങ്ങളാ. നമ്മുടെ ശരീരത്തോട് പറയുന്നത് ഇതാ, എന്തേ എൻ്റെ ദുരിതങ്ങൾ മാറുന്നില്ല, എന്തേ എൻ്റെ ദുരിതങ്ങൾ തീരുന്നില്ല? എത്രയാണ് റബ്ബേ നിന്നോട് ഞാൻ ദുആ ചെയ്തത്, എത്രയാണ് റബ്ബേ നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചത്. എല്ലാവരും പാതിരാത്രി കിടന്നുറങ്ങുമ്പോ അല്ലാഹുവേ, ഞാൻ എഴുന്നേറ്റിരുന്നിട്ട് എൻ്റെ നിസ്കാരപ്പായ നനയുവോളം എത്ര തവണയാണ് നിന്റെ മുമ്പിൽ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്തത്. എന്റെ പ്രിയമുള്ള മാടന്നൂര പെങ്ങന്മാര് ഹൃദയത്തോട് പറയാറില്ലേ, അല്ലാഹുവേ, എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ സൽക്കർമ്മത്തിനും കുറവില്ല. വിദേശ രാജ്യത്തേക്ക് കടന്നുപോയി എന്റെ പ്രിയതമന്റെ പ്രയാസം പറഞ്ഞിട്ട് എത്ര പ്രാവശ്യമാണല്ലാ നിന്റെ മുമ്പിലേക്ക് ഞാൻ എന്റെ കൈകൾ നീട്ടിയത്. ഞാനൊരു സദക്ക കൊടുക്കാത്തവളല്ല, ഞാനൊരു പാവപ്പെട്ടവനെ സഹായിക്കാത്തവളല്ലല്ലോ അല്ലാ. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ കൊടുക്കാറില്ലേ, സഹായിക്കാറില്ലേ? അല്ലാഹുവേ, നിസ്കാരത്തിന്റെ സമയത്ത് അല്ലാഹു അനുവദിച്ച സമയത്തല്ലാതെ നമസ്കാരം ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എന്റെ ഒരു കർമ്മങ്ങളിലും വീഴ്ചയില്ല. പക്ഷേ ഞാൻ എൻ്റെ റബ്ബിലേക്ക് അടുക്കുമ്പോ
അല്ലാഹു എന്നെ പരീക്ഷണത്തിന്റെ തീജ്വാലയിലേക്ക് വലിച്ചെറിയുന്നല്ലോ. അവിടെയാണ് എന്റെ പ്രിയമുള്ളവരെ മുസ്ലിമിനെ പരിചയപ്പെടേണ്ടത്. അവിടെയാണ് അല്ലാഹു പറഞ്ഞ മുസ്ലിമിനെ നിങ്ങൾ പരിചയപ്പെടേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മുഅ്മിനേ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസ്ബ മിൻഹു. നിന്റെ ജീവിതത്തിൽ അല്ലാഹു ഒരു നന്മ തരാൻ തീരുമാനിച്ചാൽ, അല്ലാഹു നിന്റെ ജീവിതത്തിൽ ഒരു ഖൈർ തരാൻ തീരുമാനിച്ചാൽ, നിന്റെ ജീവിതത്തിൽ അല്ലാഹു ഉയർച്ച തരാൻ തീരുമാനിച്ചാ, അല്ലാഹു പരീക്ഷണത്തിന്റെ തീച്ചൂളയിലേക്ക് നിന്നെ വലിച്ചെറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, എന്റെ പ്രിയമുള്ളവരെ, എത്രയാ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, എത്രയാ പ്രതിസന്ധികൾ കടന്നു വരുന്നത്. മുസ്ലിമായി ജീവിക്കാൻ പോലും ഈ കാലഘട്ടത്തിൽ കഴിയാത്തൊരവസ്ഥയിലേക്ക് വലിയ വലിയ പ്രതിസന്ധികളെ മുസ്ലിം സമുദായം അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാ വാപ്പാ. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞു തന്നത്, ഈ ലോകം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോ, ഈ ലോകം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങളുടെ കൈക്കുള്ളില് ഒരു തീക്കട്ട പിടിക്കുന്നതിനേക്കാൾ പ്രയാസമാ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളില് പരിശുദ്ധമായ ഈമാൻ ഉറപ്പിക്കാനെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു പോയെങ്കിൽ ഹൃദയത്തോട് പറയണമല്ലാ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ, ജീവിതത്തിൽ ദുരിതങ്ങളും നൊമ്പരങ്ങളും വരുമ്പോ, എന്റെ പ്രിയമുള്ള വാപ്പമാരെ, ഹൃദയത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു വാക്കുണ്ട്. എന്താ? എന്റെ റബ്ബിന് എന്നോട് ഇഷ്ടമാണ്, എന്റെ റബ്ബിനോട് എനിക്ക് സ്നേഹമാണ്, എന്റെ റബ്ബെന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ അവൻ ദുരിതങ്ങൾ തന്നത്. എന്റെ റബ്ബിന് എന്നോട് വല്ലാത്ത സ്നേഹമുള്ളത് കൊണ്ടാ എന്റെ റബ്ബന്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ തന്നതെന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് പറഞ്ഞുറപ്പിക്കണേ. നമ്മൾ വിചാരിച്ചു പോയി ജീവിതത്തിൽ രോഗങ്ങൾ വന്നത് നമുക്കാണെന്ന്, സമ്പത്ത് നഷ്ടപ്പെട്ടത് നമുക്കാണെന്ന്, ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ കൊടുമുടിയിലൂടെ കടന്നു പോയവര് പലപ്പോഴും നമ്മളാണെന്ന് നമ്മൾ കരുതി പോയിട്ടുണ്ട്. ഇല്ല വാപ്പാ, ഇല്ല വാപ്പാ, ഇല്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, അല്ലാഹുവിന്റെ റസൂലെ, അവിടുന്ന് സഅദ് ഇബ്നു അബീ വഖാസിനോട് പറഞ്ഞല്ലോ, ഈ ദുനിയാവിൽ അല്ലാഹ് ഏറെ പരീക്ഷിച്ചത് പ്രവാചകന്മാരെയാണെന്ന്. എങ്കിൽ അല്ലാഹുവിന്റെ നബിയെ, പ്രവാചകന്മാരിൽ ഏറെ അല്ലാഹു പരീക്ഷിച്ചത് ആരെയാ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറയുകയാ, യാ അബൂബക്കർ സിദ്ദീഖ്, അല്ലാഹു ദുനിയാവിലേക്ക് പറഞ്ഞയച്ച അല്ലാഹുവിന്റെ പ്രവാചകന്മാരിലേറെ പരീക്ഷണങ്ങൾക്ക് വിധേയമായത് ഞാനാണ് അബൂബക്കറേ. എന്നെ അല്ലാഹു പരീക്ഷിച്ചതുപോലെ ഒരാളെയും പരീക്ഷിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയതുപോലെ ഒരു പ്രവാചകന്മാരും ജീവിതത്തില് പരീക്ഷണത്തിലൂടെ കടന്നു പോയിട്ടില്ല അബൂബക്കറേ. ആരാ സഹോദരാ ഇത് പറഞ്ഞത്? സ്വർഗത്തിലേക്ക് ആദ്യം കടന്നു പോകുന്നത് ഞാനാണെന്ന് പറഞ്ഞ, ഞാനാണ് മഹ്ശറയിൽ ആദ്യം ഉയർത്തെഴുന്നേക്കുന്നതെന്ന് പറഞ്ഞ, എന്റെ ജീവിതത്തിന്റെ വരാനിരിക്കുന്ന പാപങ്ങളും വന്ന പാപങ്ങളും എനിക്ക് പുറത്തു തന്നെന്ന് പറഞ്ഞ ലോകത്തിന്റെ നായക സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, അബൂബക്കറേ, അല്ലാഹ് എന്നെ പരീക്ഷിച്ചതുപോലെ ഒരാളെയും പരീക്ഷിച്ചിട്ടില്ല.
അബൂബക്കർ ചോദ്യം ആവർത്തിച്ചു, നബിയേ, സത്യവിശ്വാസി അല്ലാഹ് ഏറെ പരീക്ഷിക്കുന്നത് ഏത് വിഷയത്തിലാ, എന്തിന്റെ പേരിലാ മുസ്ലിം സമുദായത്തെ അല്ലാഹ് പരീക്ഷിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരിലാഹില്ലെന്ന്. ആരാധനക്കർഹന് അല്ലാഹു അല്ലാതെ മറ്റൊരിലാഹില്ലെന്ന് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിക്കുമ്പോളാ വാപ്പാ നിന്റെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് ദുരിതങ്ങൾ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു നോക്കണേ. ആരാണ് അല്ലാഹുവിന്റെ പ്രവാചകര്? പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിലേക്ക് പ്രവാചകൻ തങ്ങൾ പരസ്യമാവുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന് ഒരാൾക്കും ദേഷ്യമില്ല, ഹബീബായ തങ്ങളോട് കോപമില്ല, ഹബീബായ തങ്ങളോട് വിദ്വേഷമില്ല. ആ നാട്ടിലെ ജനങ്ങൾ മുഴുവനും പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത്, മുഹമ്മദേ നീ അല്ലമീന, മുഹമ്മദേ നീ അസ്വാദിഖ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലമീൻ എന്ന് പറഞ്ഞവര്, സത്യം പറയുന്നവനാ മുഹമ്മദേ, നീ അസത്യം പറയുന്നവനല്ല മുഹമ്മദേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു സമൂഹമുണ്ടായിരുന്നു. ആ സമൂഹത്തിന്റെ ഇടയിലേക്ക് അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധ ദീൻ പറഞ്ഞു കൊടുക്കാൻ പോവുകയാ. ആകാശത്തു നിന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. പ്രവാചകനോട് ആയത്ത് പറഞ്ഞു കൊടുക്കുകയാ, വന്ദിർ അസീറത്തക്കൽ അഖ്റബീൻ. ഓ മുഹമ്മദേ, നിന്റെ സമൂഹത്തോട് മുന്നറിയിപ്പ് നൽകൂ മുഹമ്മദേ, നിന്റെ അടുത്ത കുടുംബാദികളോട് മുന്നറിയിപ്പ് നൽകൂ മുഹമ്മദേ. സ്വർഗമുണ്ട്, നരകമുണ്ട്, മീസാനുണ്ട്, തുലാസുണ്ടെന്ന് നിന്റെ സമുദായത്തോട് മുന്നറിയിപ്പ് നൽകൂ മുഹമ്മദേ. അല്ലാഹുവിന്റെ റസൂലതാ ആ ജനതയെ മുഴുവനും അതാ ഒരു മലയടി വാരത്തൊരുമിച്ച് കൂട്ടിയിട്ട് ആ സമൂഹത്തോട് പ്രവാചകൻ ചോദിക്കുകയാ, ഈ കാണുന്ന മലയുടെ പുറകിൽ നിന്നൊരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ കടന്നു വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ ജനങ്ങളെ? വിശ്വസിക്കുമോ ജനങ്ങളെ? അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ മുമ്പിൽ ഇതിരുന്ന ഉത്തുബത്തും സൈബത്തും വലീദും അടക്കം അബൂജഹലും അബൂലഹബും അടക്കമുള്ള പിൽക്കാലത്ത് ഇസ്ലാമിന്റെ ബദ്ധവീരികളായിട്ട് മാറിയ ശത്രുക്കള് ഹബീബായ പ്രവാചകനോട് പറയുകയാ, മുഹമ്മദേ, നീ കളവ് പറയുന്നവനല്ല, നീ അസത്യം പറയുന്നവനല്ല, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു മുഹമ്മദേ, നിന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു മുഹമ്മദേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ സത്യം പറയുന്നവനാണെന്ന് പറഞ്ഞവന്റെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരിലാഹില്ലെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണേ. എന്റെ പ്രവാചകത്വത്തെ നിങ്ങൾ അംഗീകരിക്കണേ, അംഗീകരിക്കണേ. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ തുടങ്ങിയപ്പോ അവിടെയാണ് പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് ആ ശത്രുക്കൾ പറഞ്ഞത്, തബ്ബല്ലക യാ മുഹമ്മദ്, തബ്ബല്ലക യാ മുഹമ്മദ്. മുഹമ്മദേ, നീ നശിച്ചു പോവട്ടെ, മുഹമ്മദേ, നീ നശിച്ചു പോവട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ശത്രുക്കൾ പറഞ്ഞത് എപ്പോഴാ വാപ്പാ? അല്ലാഹുവിന്റെ റസൂല് ആ നാട്ടില് പ്രശ്നമുണ്ടാക്കിയതിന്റെ പേരിലല്ല, അല്ലാഹുവിന്റെ റസൂല് സമ്പത്ത് കൊള്ളയടിച്ചതിന്റെ പേരിലല്ല, ആ നാട്ടില് പ്രശ്നങ്ങളോ പ്രതിസന്ധി ഘട്ടങ്ങളോ സൃഷ്ടിച്ചതിന്റെ പേരിലല്ല. തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചിട്ട് തന്റെ ജനതയോട് പറയുകയാ, ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതൊരു ഇലാഹില്ലെന്ന് ആ സമുദായത്തോട് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ ജനങ്ങൾ പറഞ്ഞത്, മുഹമ്മദേ നീ നശിച്ചു പോവട്ടെ, നീ നശിച്ചു പോവട്ടെ. ത്വായിഫിലേക്ക് കടന്നുപോയ പ്രവാചകന്റെ ശരീരത്തിലേക്ക് കൂർപ്പിച്ച കരിങ്കല്ലിന്റെ ചീളുകൾ വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കാലുകളിലൂടെ രക്തം വെളിയിലേക്ക് ഒഴുകികളയാ വാപ്പാ. എന്തിനാണ് അല്ലാഹുവിന്റെ റസൂലിനെ അവർ ഉപദ്രവിച്ചത്? ഹബീബായ തങ്ങള് സുജൂദിലേക്ക് കടന്നുപോയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കഴുത്തില് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചെറിഞ്ഞതെന്തിനാ സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, മുഹമ്മദേ നീ നാട്ടിൽ താമസിക്കാൻ പാടില്ല, നീ രാജ്യത്തു നിന്ന് പുറത്തു പോവേണ്ടവനാ, നിനക്ക് ഭക്ഷണമില്ല, കുടിവെള്ളമില്ല, നീയുമായിട്ട് ബന്ധം ചേർക്കാൻ ഒരാളില്ല. പൗരത്വത്തിന്റെ ഭേദഗതി ബില്ലുകൾ അണിയറയിൽ ഫാസിസ്റ്റ് ശക്തികള്. ഇതാ മുസ്ലിം സമുദായമേ, നിങ്ങൾക്ക് വേണ്ടിയുള്ള കരടുകള്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ചരടുകൾ അണിയറയിൽ മുറുക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്താ വിചാരിച്ചു പോയത്? ഈ കാലഘട്ടത്തിനാണ് പൗരത്വത്തിന്റെ ബില്ലടക്കം തുടക്കം കുറിച്ചതെന്നോ? അല്ല വാപ്പാ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ തുടങ്ങിയപ്പോ അവിടെയാണ് പ്രവാചകനോട് പറഞ്ഞത്, മുഹമ്മദേ നീ നാട്ടിൽ ജീവിക്കേണ്ടവനല്ല, നിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാ, നിനക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, നീയുമായിട്ട് കച്ചവട ബന്ധത്തിലില്ല. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും സഅബ് അബീ താലിബും മലനിരകളിലേക്ക് കടന്നു പോവുകയാ. എന്റെ പ്രിയമുള്ള വാപ്പാ, 2 വർഷക്കാലമാണ് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും സഅബ് അബീ താലിബിലും പച്ചവെള്ളവും പച്ചിലയും കഴിച്ചു ജീവിക്കേണ്ടി വന്നത്. അല്ലാഹുവിന്റെ റസൂലിന് കഴിക്കാൻ ഭക്ഷണമില്ല. അല്ലാഹുവേ, സഹാബത്ത് വെളിയിലേക്ക് വിസർജിക്കുമ്പോ കന്നുകാലികൾ വിസർജിക്കുന്നത് പോലെ പുറത്തേക്ക് വന്നെന്നു ചരിത്രം പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, നാട്ടിൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് കൊണ്ടല്ല, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടല്ല, അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത ഒരേ ഒരു കാരണം എന്തെന്നറിയുമോ? ആ ജനങ്ങളോട് ഹക്ക് പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. മുസ്ലിമേ, നിന്റെ ജീവിതത്തിൽ എവിടെയാ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? നിന്റെ ജീവിതത്തിൽ എവിടെയാ ദുരിതങ്ങൾ തുടങ്ങുന്നത്? സഹോദരങ്ങളെ, ഈ 2024 നമ്മൾ ജീവിക്കുമ്പോഴും ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു വെച്ചു, ഈ 2024 ഇവിടെ നമ്മൾ ജീവിക്കുമ്പോഴും ഫാസിസത്തിന്റെ ഭരണകർത്താക്കൾ ഈ സമുദായത്തിനു വേണ്ടി അണിയറയില് സർവ്വവിധ കോപ്പുകളും കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം സമുദായത്തിന്റെ ജീവിതം വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാ. തൊപ്പി വെക്കാനും താടി വെക്കാനും തലപ്പാവ് ധരിക്കാനും അടക്കം ഇസ്ലാമിന്റെ മുഴുവൻ അടയാളങ്ങളെയും തച്ച് തകർത്താൻ അരമനയിൽ ഫാസിസം കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുമ്പോ, സത്യവിശ്വാസികളെ, ഹൃദയം തുറന്നിട്ട് നിങ്ങൾ കേൾക്കണേ. ജീവിത പാതയങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടവരാ നമ്മള്. ഈ 2024 മുസ്ലിം സമുദായത്തിന് പ്രതിസന്ധി കടന്നു വന്നത്. ഓലക്കാല് കാണിച്ചിട്ട് മുസ്ലിം സമുദായത്തെ പേടിപ്പിച്ചിട്ട് ഭരിക്കാമെന്ന് ഭരണകർത്താക്കൾ ചിന്തിച്ചു പോയെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീന് സർവമാന പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയത്. ജീവൻ കൊടുത്തവരുണ്ട്, സമ്പത്ത് കൊടുത്തവരുണ്ട്, സർവ്വതും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തവരുണ്ട്. ഈ 2024 ഫാസിസം അതിന്റെ അരങ്ങ് തകർക്കുമ്പോ, എന്റെ പ്രിയമുള്ള മാടന്നൂര വാപ്പാ, നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് ഹൃദയത്തോട് പറയട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധ ദീന് കടന്നു വന്ന വഴികള് അത് കല്ലും മുള്ളുകളും നിറഞ്ഞ വഴിയിലൂടെ
വഴിയിലൂടെയാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം സഞ്ചരിച്ചു വന്നത്. ബദറിന്റെയും ഉഹുദിന്റെയും ഖന്തക്കിന്റെയും ഖൈബറിന്റെയും തബൂക്കിന്റെയും യർമൂക്കിന്റെയും അടക്കം യുദ്ധരണാങ്കണത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അവരുടെ ജീവൻ കൊടുത്തിട്ടാ പരിശുദ്ധ ദീനിനെ നിലനിർത്തിയത്. എത്രയെത്ര ചരിത്രങ്ങള്, എത്രയെത്ര പ്രതിസന്ധി ഘട്ടങ്ങള്. ഫിർഔനിനേക്കാൾ വലിയ ശത്രു ഇനി നമുക്ക് കടന്നു വരാനില്ല. ഹാമാനേക്കാൾ വലിയ ഖാറൂനിനേക്കാൾ, അബൂജഹലിനേക്കാൾ വലിയ ശത്രു ഇനിയും പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരാനില്ല. ഇതിനേക്കാൾ വലിയ ശത്രുവിന്റെ പാളയത്തിൽ നിന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇതുവരെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നത്. സഹോദരങ്ങളെ, അബൂജഹലിനെ കൊണ്ട് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. സർവ ആയുധ സജ്ജീകരണങ്ങളും കൊണ്ട് ഒരു രാജ്യം മുഴുവനും അടക്കി ഭരിച്ച ഫിർഔനിനെ കൊണ്ടുപോലും അല്ലാഹുവിന്റെ ദീനിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഫാസിസമേ, നിങ്ങളുടെ അരമനയിൽ ഈ സമുദായത്തിനു വേണ്ടി എത്രയെത്ര കുതന്ത്രങ്ങളും മെനഞ്ഞാലും നിങ്ങളെക്കാൾ വലിയ തന്ത്രജ്ഞനാണ് ഞങ്ങളുടെ റബ്ബ്. നിങ്ങളെക്കാൾ തന്ത്രം മെനയുന്നവനാണ് ഞങ്ങളുടെ റബ്ബ്. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും മുസ്ലിമേ ഭയക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. ശത്രു ഞങ്ങളെ പ്രയാസപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ശത്രുവിന്റെ അരമലയിലേക്ക് കടന്നു പോവേണ്ടവരല്ല. 50-60 വർഷം മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം ഫാസിസത്തോടൊപ്പം ചേർന്നു നിൽക്കുമ്പോഴാ ഈ രാജ്യത്തിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫാസിസത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചവര് മുസ്ലിം സമുദായത്തിന്റെ പേര് പോലും, മുസ്ലിമിന്റെ പേര് പോലും മാറ്റിയിട്ട് അവിശ്വാസത്തെ സ്വീകരിച്ചിട്ട് ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞു കടന്നുപോയവര്. എന്റെ പ്രിയമുള്ളവരെ, ഹൃദയം തുറക്കട്ടെ, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഈമാൻ ഉറപ്പിക്കട്ടെ. നമ്മുടെ കാലുകളുടെ കീഴിൽ നിന്ന് ഈമാൻ ഒലിച്ചു പോകുന്ന ഒരു കാലഘട്ടമാ. ഇവിടെ ശത്രുവിന്റെ വലുപ്പമല്ല ഞാൻ പറയുന്നത്, ശത്രുവിന്റെ ആയുധങ്ങളെ കുറിച്ചല്ല, അവരുടെ കുതന്ത്രങ്ങളെ കുറിച്ചല്ല. അതിനേക്കാൾ വലിയ കുതന്ത്രങ്ങൾ മെനയുന്ന അള്ളാഹുവിന്റെ അചഞ്ചലമായ തീരുമാനങ്ങളെ കുറിച്ചാ പറയുന്നത്. കർണാടകയുടെ പെങ്ങളെ, നിനക്ക് ഹിജാബ് ധരിക്കാനുള്ള അവകാശം ഒരുപക്ഷെ നിയമപാലകര് നിനക്ക് തടഞ്ഞേക്കാം. നിന്റെ ജീവിതത്തിൽ സർവമാന ഇസ്ലാമിന്റെ അടയാളങ്ങളോ നിന്റെ ശരീരത്തു നിന്ന് വലിച്ചെറിയാൻ ഫാസിസം നിന്നോട് പ്രേരിപ്പിച്ചേക്കാം. അവസാനം മുസ്ലിമായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ മുസ്ലിമായി മരിക്കാൻ വാപ്പാ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സമുദായത്തോട് പറഞ്ഞു തരികയാ, അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ മുസ്ലിം സമുദായത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു ഈമാൻ വലിച്ചൂരുകയാ. തീക്കനലെ കയ്യിൽ പിടിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് വാപ്പാ. തീക്കട്ട നിന്റെ കയ്യിൽ പിടിക്കുന്നതിനേക്കാൾ പ്രയാസമാ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീന് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സംരക്ഷിക്കാൻ. അവിടെയാണ് അല്ലാഹുവിനെ തിരിച്ചറിയേണ്ടത്, അവിടെയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ റബ്ബിനെ തിരിച്ചറിയേണ്ടത്. ജീവിതത്തിൽ കാലിടുമ്പോൾ അല്ലാഹുവിനെ തിരിച്ചറിയണം, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരുമ്പോൾ റബ്ബിനെ തിരിച്ചറിയണം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സ്വഹാബാ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തഹ്ലീലുകൾ അധികരിപ്പിക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്രയെത്ര സ്വലാത്തിന്റെ മജ്ലിസിലാണ്, റാത്തീബിന്റെയും മൗലീദിന്റെയും ഹദ്ദാദിന്റെയും ഒക്കെ സദസ്സിലേക്ക് നമ്മൾ കടന്നു പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറില്ലേ? വാപ്പാ, ഒരിക്കലെങ്കിലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സമയത്ത്, ഒരിക്കലെങ്കിലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന സമയത്ത് അല്ലാഹുവേ, അല്ലാഹുവേ, ഈ ലോകത്തു ഞാൻ നിന്ന് വിട പറയുന്ന സമയത്ത് എന്റെ ഹൃദയത്തിലും എന്റെ നാവിലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എനിക്ക് തൗഫീഖ് തരണേ അല്ലാഹ്.
എന്ന് പറയാൻ എൻ്റെ വാപ്പാ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? റസൂലുള്ള പറയുകയാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിക്കണം, എപ്പോഴും പറയണം, ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിറയട്ടെ. പ്രതിസന്ധി ഘട്ടത്തിലെ മുസ്ലിമേ, നിനക്ക് ജീവിത പാതയങ്ങളിൽ കാലിടറുമ്പോ നിനക്ക് പിടിച്ചു നിൽക്കാനുള്ള മന്ത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ അല്ലാഹ്, എൻ്റെ അല്ലാഹ്, എൻ്റെ അല്ലാഹ്, സർവ്വതും അടക്കി ഭരിച്ചവൻ എൻ്റെ അല്ലാഹ്, രാജാതിരാജൻ എൻ്റെ റബ്ബ്. സർവ്വലോകങ്ങളും എനിക്കെതിരെ നിന്നാലും ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ തന്നതിനെ ഒരാൾക്കും തടയാൻ കഴിയില്ലെന്ന്, നീ തടഞ്ഞതിനെ ഒരാൾക്കും തരാൻ കഴിയില്ലെന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിനെ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നവരല്ലേ വാപ്പാ. ജീവിത പാതയങ്ങൾ നിങ്ങൾ അല്ലാഹുവിനെ മറന്നു പോവല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സമുദായത്തിനോട് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തരികയാ. എങ്ങനെയാണ് അല്ലാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതെന്നറിയുമോ? ഹബീബായ തങ്ങൾ ഗാറു സൗറിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുകയാ. മക്ക മുശ്രിക്കീങ്ങൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും അല്ലാഹുവിന്റെ റസൂലിനെ കൊന്നുകളയാൻ തക്കം പാർത്തിട്ട് ഹബീബായ പ്രവാചകനെ അന്വേഷിച്ചു നടക്കുകയാ. അല്ലാഹുവിന്റെ വിധി പ്രകാരം അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് രക്ഷപ്പെടുകയാ. അവസാനം ഗാറു സൗറിൽ വന്നിട്ട് അഭയം തേടുമ്പോ അല്ലാഹുവിന്റെ റസൂല് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിത്തട്ടില് തന്റെ റിസാലത്തിന്റെ തല വെച്ചു കിടക്കുമ്പോ അതാ അബൂബക്കറിന്റെ ചെവിയിലേക്ക് മെല്ലയതാ ശത്രുവിന്റെ കുതിരയുടെ കുളമ്പടി നാദം കടന്നു വരികയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ മെല്ലെ വിളിക്കുകയാ, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ പെട്ടുപോയല്ലോ നബിയേ, ശത്രുവിന്റെ കുതിരയുടെ കുളമ്പടി നാളം കേൾക്കുന്നല്ലോ നബിയേ. അബൂബക്കറിന് മരിക്കാൻ പേടിയില്ല, അബൂബക്കറിന് മരിക്കാൻ പേടിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകരെ എന്റെ മുമ്പിൽ വെച്ചിട്ട് അവിടുന്ന് നിന്റെ ശരീരത്തെ അവർ പ്രയാസപ്പെടുത്തിയാൽ അബൂബക്കർ ജീവിച്ചിരിക്കുമ്പോ ഹബീബായ തങ്ങളെ അവിടുന്ന് നിന്റെ ശരീരത്തിൽ ഒരു പോറലേറ്റാ. യാ റസൂലല്ലാഹ്, അബൂബക്കറിന് അത് സഹിക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇത് പറയുമ്പോ ഹൃദയത്തിൽ ഉറപ്പിക്കണേ വാപ്പാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, അബൂബക്കറേ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. എന്തിനാണ് അബൂബക്കറെ പേടിക്കുന്നത്? എന്തിനാണ് അബൂബക്കറെ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് അബൂബക്കറെ നൊമ്പരപ്പെടുന്നത്? നാം തനിച്ചല്ലല്ലോ, നാം തനിച്ചല്ലല്ലോ. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമില്ലേ അബൂബക്കറെ? മുസ്ലിം സമുദായമേ, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഉറപ്പിച്ചോ, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഹൃദയത്തിൽ ഉറപ്പിച്ചോ, ഇന്നല്ലാഹ മഅനാ, ഇന്നല്ലാഹ മഅനാ. ആരൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും ആരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും എത്ര മസ്ജിദുകൾ ഈ സമുദായത്തിന്റെ തകർത്തെറിഞ്ഞാലും അല്ലാഹു നിന്നെ കാണുന്നുണ്ടെന്ന്, അല്ലാഹു നിന്നോടൊപ്പമുണ്ടെന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വിശ്വാസികളെ നിങ്ങളുടെ റബ്ബ് ചേർത്തു പിടിക്കുമെന്ന് നിങ്ങളും മറന്നു പോവല്ലേ. അല്ലാഹുവിലേക്ക് മടങ്ങണേ, റബ്ബിലേക്ക് മടങ്ങണേ. ഏതു പ്രതിസന്ധിയിലും നീ ഞങ്ങൾക്ക് കാവലാണല്ലോ എന്ന് അല്ലാഹുവിനെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെപ്പോഴാണ് അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ജീവിതത്തിൽ ദുരിതം വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറി, ഇല്ലേ? സമ്പത്തും സൗകര്യങ്ങളും ഭാര്യയും മക്കളും ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള സർവ്വതും അള്ളാഹു നമുക്ക് വാരിക്കോരി തന്നിട്ട് ഈ ദുനിയാവിൽ നമ്മളിങ്ങനെ സ്വൈര്യം വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? മംഗലാപുരം കർണാടക ഹൈവേയിലൂടെ നമ്മളിങ്ങനെ ചീറിപ്പായുകയാണ്. ജീവിതത്തിന്റെ ഓരോ ദിവസവും തുല്ലസിച്ച് നമ്മളിങ്ങനെ പോകുകയാണ്. എനിക്ക് കിടന്നുറങ്ങാൻ ശീതീകരിച്ച വീടുണ്ട്, എനിക്ക് സഞ്ചരിക്കാൻ സർവ്വസജ്ജീകരണങ്ങളോടും കൂടിയുള്ള വാഹനങ്ങളുണ്ട്, വാപ്പ ഉമ്മ ഭാര്യ മക്കൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥം സന്തോഷം നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. ഈ ജീവിത പാതയങ്ങളിൽ നമുക്കൊരിക്കൽ പോലും നമ്മുടെ റബ്ബ് ഈ അനുഗ്രഹം തന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞത് മനുഷ്യൻ നന്ദിയില്ലാത്തവനാണെന്ന്. അള്ളാഹുവിന്റെ ഖുർആന പറഞ്ഞത് മനുഷ്യൻ നന്ദിയില്ലാത്തവനാണ്. കുടിക്കാനും കഴിക്കാനും സർവ്വതും അള്ളാഹു ഈ ദുനിയാവിന്റെ പുറന്തലയുടെ പുറത്ത് നമുക്ക് സംവിധാനിച്ചു തരും. പക്ഷേ അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് നന്ദി കെട്ടവനായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. നിങ്ങൾ എപ്പോഴാണ് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഉസ്താദേ, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്ന സമയത്താണ് എനിക്ക് എൻ്റെ റബ്ബിനെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. ജീവിതത്തിന്റെ നല്ല കാലത്തിൽ നമ്മൾ അള്ളാഹുവിനെ തിരിഞ്ഞു നോക്കൂല, അല്ലേ? ജീവിതത്തിൽ സമ്പത്തും ജോലിയും സൗകര്യങ്ങളുള്ളപ്പോ നമ്മളിൽ ഒരാളും അള്ളാഹിനെ തിരിഞ്ഞു നോക്കൂല. നമ്മളിങ്ങനെ ജീവിക്കും. പള്ളിക്ക് ചോദിച്ചാൽ ഇല്ല, പാവപ്പെട്ടവന്റെ വിവാഹത്തിന് ചോദിച്ചാൽ ഇല്ല. സമ്പത്തിങ്ങനെ തലങ്ങണക്കടിയിൽ കുമിഞ്ഞുകൂട്ടിയിട്ട് ബാങ്ക് അക്കൗണ്ടിലും ലോക്കറിലും നിക്ഷേപിച്ചിട്ട് ദുനിയാവിന്റെ ജീവിതത്തെ ഏറ്റവും മനോഹാരിതമാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. അവിടെ നിസ്കാരം നമുക്കില്ല, അവിടെ നോമ്പില്ല, അവിടെ സ്വതക്കയില്ല, അവിടെ ഇതര സൽക്രമങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ബാക്കിയില്ല. ഞാനും എൻ്റെ ദുനിയാവും ഇങ്ങനെ നാം അടിച്ചു പൊളിച്ചു ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ചപ്പോഴാണ് അള്ളാഹു വലിയൊരു പ്രതിസന്ധി ഈ സമുദായത്തിന് ഒരു ബാക്ടീരിയയുടെ രൂപത്തിൽ തന്നത്, അല്ലേ? കൊറോണ എന്ന മഹാവ്യാധി ഈ ദുനിയാവിൽ അള്ളാഹു അയച്ചു തന്നത് ഒരു സ്ഥലത്തല്ല, ഈ ലോകം മുഴുവനും നിശ്ചലമായിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ വിഷയത്തിന്റെ പേരിൽ മാത്രമാണ്, അല്ലേ? നമ്മൾ അടിച്ചു പൊളിച്ചിങ്ങനെ ജീവിച്ചു. പ്രവാസികൾ പ്രവാസ ജീവിതത്തിന്റെ സമ്പത്ത് മുഴുവനും നാട്ടിൽ കൊണ്ടുവന്നിട്ട് വലിയ വീട് പണിതു, വലിയ കാറ് വാങ്ങി, സ്വൈര്യം നമ്മളിങ്ങനെ ജീവിച്ചു. അന്നൊന്നും നമുക്ക് അല്ലാഹ് വേണ്ട, അല്ലേ? സമ്പത്ത് കാലത്ത് നമുക്ക് അല്ലാഹ് വേണ്ട, ആപത്ത് കാലത്ത് മാത്രം നമുക്ക് അല്ലാഹനെ മതി. കൊറോണ വന്നിട്ടെല്ലാം മുച്ചോട് മുടിഞ്ഞു. സമ്പത്ത് പോയി, വാഹനം പോയി, അടവ് തെറ്റി, പ്രതിസന്ധിയായി, പ്രവാസ ജീവിതം അവസാനിച്ചു. സമ്പത്ത് മുഴുവനും കൊണ്ടുപോയി ബിഗ് ബഡ്ജറ്റുള്ള വലിയ വലിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. എല്ലാം തകർന്നു പോയി. ഇനി എങ്ങോട്ട്, ഇനി എങ്ങനെ ജീവിതം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിടത്ത് ഞാൻ ചോദിക്കട്ടെ, കൊറോണ വന്ന കാലത്ത്, കൊറോണ പിടിച്ച കാലത്ത് ഒരൊറ്റ നേരത്തെ ഭക്ഷണത്തിനു വേണ്ടിയെങ്കിലും ഒരുത്തന്റെ മുമ്പിൽ നിങ്ങൾക്ക് കൈ നീട്ടേണ്ടുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഏയ്, ജോലിയില്ല, കൂലിയില്ല, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. ഒരാൾ പറഞ്ഞത്, ഉസ്താദേ, ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചത് കൊറോണ ടൈമിലായിരുന്നു എന്നാണ്. ഇപ്പൊ ഇത്തിരി ദാരിദ്ര്യമുണ്ട്, പക്ഷേ എല്ലാം അടച്ചിട്ടപ്പോഴും എന്റെ റബ്ബ് 3 നേരത്തെ ഭക്ഷണം കഴിക്കാൻ സുഭിക്ഷമായിട്ട് നിനക്ക് തന്നില്ലയോ? അപ്പൊ തിരിഞ്ഞ് അള്ളാഹുവിലേക്ക്, റബ്ബേ, അല്ലാ. അവിടെ നാസിലത്തിന്റെ കുനൂത്ത് നമ്മൾ തുടങ്ങി, സ്വതക്ക കൊടുക്കാൻ തുടങ്ങി, അല്ലേ? 3 നേരവും 4 നേരവും 5 നേരവും കുളിക്കുന്നവൻ ഇബാദത്തൊക്കെ കറക്റ്റ് ആക്കാൻ തുടങ്ങി. ദുആ ചെയ്യുകയാണ്, اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام اللهم عافنا في أبداننا اللهم عافنا في أبصارنا اللهم عافنا في أسماعنا لا إله إلا أنت. എല്ലാവരും ദുആ തുടങ്ങി. പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുക, ജീവിതത്തിന്റെ സമ്പത്ത് സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ ഓർത്തു കഴിയാത്തവരെ ജീവിതത്തിന്റെ പ്രയാസഘട്ടത്തിൽ നിങ്ങളെ അള്ളാഹു ചേർത്തു പിടിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിവരയിട്ടിട്ട് നിങ്ങൾ എഴുതി വെക്കണം. സമ്പത്തും സൗകര്യവും ഉള്ള ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്താതെ റബ്ബിനെ പരിഗണിക്കാത്തവരെ അവന്റെ ജീവിതത്തിൽ ദുരിതം വരുമ്പോൾ അള്ളാഹു അവനെ പരിഗണിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, സമ്പത്തുള്ളൊരു കാലഘട്ടത്തിലെ അടിമ അള്ളാഹുവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു വെക്കുകയാണ്. എങ്ങനെയാണ്? അവന്റെ സമ്പത്ത് അവന് സ്വതക്ക കൊടുത്തു, അള്ളാന്റെ മാർഗത്തില് അവനെ കൊണ്ട് കഴിയുന്നത് പരിശുദ്ധ ദീനിന് അവന് കൊടുത്തു. എന്നിട്ട് ആ സമ്പത്തുള്ള സമയത്ത് അവനും അവന്റെ റബ്ബും തമ്മിൽ ജീവിതത്തിൽ ഒരു ബന്ധം ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ ഒരു ദുരിതം വന്നത്. അള്ളാഹ്ക്കറിയാം, അവന്റെ ജീവിതത്തിൽ സമ്പത്ത് കൊടുത്തപ്പോൾ അവൻ എന്നെ മറന്നിട്ടില്ല. അവന്റെ ജീവിതത്തിൽ ദുരിതം അള്ളാഹു കൊടുക്കുന്ന സമയത്ത് ആ മനുഷ്യനെ അള്ളാഹു ചേർത്തു പിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പലപ്പോഴും അള്ളാഹിനെ തിരിച്ചറിയാൻ ശ്രമിച്ചത് ജീവിതത്തിന്റെ ദുരിത സമയത്താണ്. അല്ല, ജീവിതത്തിൽ നല്ല കാലമുള്ള ഒരു സമയമുണ്ട്. ഓടിപ്പള്ളിയിലേക്ക് പോകാൻ കാലിനും കൈകൾക്കും ഏറ്റവും നല്ല ബലം അള്ളാഹു തന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അള്ളാഹ്ക്ക് വേണ്ടി സർവ്വതും ചെയ്യേണ്ടത്, അല്ലേ? ഹജ്ജ് കർമ്മം പോലും നമ്മൾ അങ്ങനെയാക്കി കളഞ്ഞു. പ്രായമുള്ളവർക്ക് മാത്രം ചെയ്യാനുള്ള ഒരു കർമ്മമായിട്ട് നമ്മൾ ഹജ്ജിനെ ഇന്ന് മാറ്റി. ആരോഗ്യമുള്ള സമയത്ത് ഒരാൾക്കും ഹജ്ജ് വേണ്ട. കുറച്ചുകൂടെ കഴിയിട്ട് ഉസ്താദേ, വാപ്പ പോയി ചെയ്യട്ടെ, ഞാൻ പിന്നീട് പോകാമല്ലോ എന്ന് കരുതിയിട്ട് ഹജ്ജ് പോലും നമ്മൾ മാറ്റി മാറ്റി വെക്കുകയാണ്, അല്ലേ? ആരോഗ്യമുള്ള സമയത്ത് റബ്ബിനൊന്നും കൊടുക്കാൻ നമുക്ക് തയ്യാറല്ല. ഇതെല്ലാം ക്ഷയിച്ചു കഴിയുമ്പോ അള്ളാഹുവിലേക്ക് അടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്, മുഅ്മിനേ, ജീവിതത്തിന്റെ പ്രതിസന്ധിയിലാണ് നിനക്ക് നിന്റെ റബ്ബിനെ ചേർത്തു പിടിക്കേണ്ടത്. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തില് അള്ളാഹു സഹായിക്കാനുണ്ട് എന്ന് ഹൃദയത്തോട് പറഞ്ഞുറപ്പിക്കണം. അവിടെയാണ് അള്ളാഹു നിന്നെ രക്ഷിക്കുന്നത്. ഏതു വലിയ ശത്രുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് വേണ്ട, ഏതു വലിയ സജ്ജീകരണങ്ങൾ ജീവിതത്തിൽ ഉണ്ടെന്ന് വേണ്ട, ആരൊക്കെ ഈ സമുദായത്തിന്റെ എതിരുണ്ടെന്ന് പറഞ്ഞാലും വാപ്പാ, ഇവരെ അടക്കം നിയന്ത്രിക്കുന്നത് എന്റെ റബ്ബാണെന്ന് ഹൃദയത്തോട് കൃത്യമായി പറഞ്ഞു കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എങ്ങനെയാ? ഏറ്റവും വലിയ ശത്രുവിന്റെ മുമ്പിൽ പോയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാ. ആരാ ഫിർഔൻ എന്നറിയുമോ സഹോദരങ്ങളെ? ഒരു രാജ്യം മുഴുവനും അടക്കി ഭരിച്ചവനാ. സർവായുധ സജ്ജീകരണങ്ങളുണ്ട്, സർവമാന അധികാരങ്ങളും അവന്റെ കൈപ്പിടിക്കുള്ളിലാ. സ്വന്തം നാട്ടില് പെൺമക്കൾ വളർന്നാൽ, പെൺമക്കൾ ജനിച്ചാൽ അവരെ വളർത്താൻ സമ്മതിച്ചു പോയാ ആൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ അവരെ കൊന്നുകളയുന്ന ഏറ്റവും വലിയ ഭീകരനായ ഭരണാധികാരിയുടെ കാലഘട്ടമാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അല്ലാഹു മൂസാ നബിയെ വളർത്തിയത് ഫിർഔനിന്റെ കൊട്ടാരത്തിലാണെന്ന് മറന്നു പോവല്ലേ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ബദ്ധവൈരിയായി ജീവിച്ച അബൂജഹൽ ഉണ്ടല്ലോ, ആ അബൂജഹൽ മരിക്കുന്ന സമയത്ത് പോലും പറഞ്ഞത്, നിന്റെ മൂർച്ചയില്ലാത്ത വാളുകൊണ്ട് എന്റെ കഴുത്ത് മുറിച്ചെടുക്കണ്ട, എന്റെ അരയിലുള്ള മൂർച്ചയുള്ള വാളുകൊണ്ട് എന്റെ തല മുറിച്ചിട്ട് മുഹമ്മദിന്റെ മുമ്പ് കൊണ്ടുവെക്ക്, എന്റെ തല കണ്ടിട്ട് മുഹമ്മദ് പേടിക്കട്ടെ എന്ന് മരണസമയത്ത് പോലും തന്റെ ദേശം കൈവിടാത്ത ഏറ്റവും വലിയ ശത്രുവായിരുന്നു അബൂജഹല്. ആ അബൂജഹലിന്റെ മകനാണ് സയ്യിദുനാ ഇക്രിമാ റളിയല്ലാഹു അൻഹു. എത്ര വിചിത്രമായിട്ടാണ് അള്ളാഹു ദീനിനെ സംവിധാനിച്ചത്. ഏറ്റവും വലിയ ശത്രുവിന്റെ മകന് അള്ളാഹു പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരാനുള്ള വാതായനം തുറന്നു കൊടുത്തു. മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു. ആൺമക്കൾ ജനിച്ചെന്ന് കേട്ടാൽ കൊന്നുകളയാൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ കാലത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർത്തിയെടുത്തവനാണ് അല്ലാഹ്. എന്തേ നമുക്ക് അള്ളാഹിനെ തിരിച്ചറിയാതെ പോയത്? അള്ളാഹുവിന്റെ തന്ത്രത്തെക്കാൾ വലിയ തന്ത്രം ഇവിടെ ഒരു ഫാസിസ്റ്റ് ശക്തികൾക്കും നെയ്തുണ്ടാക്കാനില്ല.
നിങ്ങൾ ഏത് തന്ത്രം വന്നാലും, നിങ്ങൾ ഏത് തന്ത്രം മെനഞ്ഞെടുത്താലും അതിനേക്കാൾ വലിയ കുതന്ത്രം നിങ്ങൾക്ക് മേൽ മെനഞ്ഞെടുക്കുന്നവനാണ് എന്റെ റബ്ബ്. അവിടെയാണ് നമുക്ക് അള്ളാഹിനെ പരിചയപ്പെടേണ്ടത്. അള്ളാഹു പറഞ്ഞു, മൂസ, നീ എന്നെ പരിചയപ്പെടുത്താൻ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോവണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലാ, എന്റെ നാവിലൊരു അല്പം പ്രശ്നമുണ്ട്. നീ എന്റെ കൂടെ എന്റെ സഹോദരന് ഹാറൂൻ നബിയോടെ കൂട്ടി അയക്കണം. അള്ളാഹു പറഞ്ഞു, ശരി, നിങ്ങൾ രണ്ടാളും കൂടെ പൊക്കോ. മൂസാ നബി മെല്ലെ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോകുന്ന സ്ഥലമേതാ? ആ സ്ഥലത്തിന്റെ വലുപ്പമല്ല, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമല്ലയാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോവുകയാ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക്. അല്ലാഹുവാ പറഞ്ഞയച്ചത്, പൊക്കോ മൂസാ. മൂസാ നബി കൊട്ടാരത്തിന്റെ അന്തഃപുരത്തിന്റെ അകത്തേക്ക് കടന്നു ചെന്നപ്പോ മൂസാ നബിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഭയപ്പാട് കടന്നു വന്നുകയാ. ആ സമയത്താണ് അല്ലാഹ് പറയുന്നത്, ലാ തഖാഫാ ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ. എന്തിനാ മൂസാ നബിയെ പേടിക്കുന്നത്? ഫിർഔനിന്റെ അംഗബലവും ആയുധബലവും നിങ്ങളെ പേടിപ്പിക്കരുതേ. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ശത്രുവിനെ കുറിച്ച് പേടി വേണ്ട. ലാ തഖാഫാ, നിങ്ങൾ രണ്ടാളും പേടിക്കേണ്ടതില്ല മൂസാ. ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ. നിങ്ങൾ രണ്ടാളെയും ഞാൻ കാണുന്നുണ്ട് മൂസാ, കേൾക്കുന്നുണ്ട് മൂസാ. നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ശക്തി പകർന്നു കൊടുക്കുകയാ. അവസാനം മൂസാ നബിയെയും സംഘത്തെയും കൊന്നുകളയാൻ ഫിർഔനദാ സർവമാന ആയുധ സജ്ജീകരണങ്ങളുമായി കടന്നു വരികയാ. അല്ലാഹു പറഞ്ഞു, മൂസാ രക്ഷപ്പെട്ടോ, ഈ നാട്ടിൽ ഇനി നീ നിൽക്കേണ്ടതില്ല. നിന്നെ കൊന്നുകളയാൻ അവർ സർവമാന സജ്ജീകരണങ്ങളും ഏർപ്പാട് ചെയ്യുകയാ. പേടിച്ചിട്ട് പോവാൻ അല്ലാഹ് മൂസാ നബിയോട് പറഞ്ഞെന്ന് നിങ്ങൾ കരുതല്ലേ. ആ സമുദായത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളില് അല്ലാഹു ആരെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാ എന്ന് പറയുമ്പോ എന്റെ റബ്ബിനെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഏത് കാലിടറുന്ന പ്രശ്നങ്ങൾ വന്നാലും മനസ്സുറപ്പിച്ചിട്ട് സത്യവിശ്വാസികൾ വിളിച്ച അവന്റെ റബ്ബ് അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. പൊന്നുമോനെ, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അള്ളാഹു അദൃശ്യ കരങ്ങളിലൂടെ ചെയ്തു തരും. സഹോദരങ്ങളെ, മൂസാ നബിയോട് പറഞ്ഞു, രക്ഷപ്പെട്ടോ മൂസാ. മൂസാ നബി തന്റെ അനുചരന്മാരെ കൊണ്ട് രക്ഷപ്പെടുകയാ. ഓടി ഓടി അവസാനം ആർത്തിരമ്പുന്ന കടലിന്റെ മുമ്പിൽ പെട്ടുപോവുകയാ. മൂസാ നബിയുടെ സമുദായം നോക്കുമ്പോൾ പിറകിലാണെങ്കിൽ സർവായുധ സജ്ജീകരണങ്ങളുമായിട്ട് ഫിർഔനിന്റെ കിങ്കരന്മാരുണ്ട്. മുമ്പിലാണെങ്കിൽ ആർത്തിരമ്പുന്ന തിലമാരയുണ്ട്. ആരാണ് രക്ഷപ്പെടുത്തുക? ആരാണ് സഹായിക്കുക? മൂസാ നബിയുടെ സമൂഹം അതാ പ്രയാസപ്പെട്ടിട്ട് ചോദിക്കുകയാ. ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. പെട്ടുപോയല്ലോ നബിയേ, പെട്ടുപോയല്ലോ നബിയേ. സഹായിക്കാൻ ഒരാളില്ലല്ലോ, ചേർത്തു പിടിക്കാൻ ഒരാളില്ലല്ലോ നബിയേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിന്റെ ഉള്ളില് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. എന്റെ മുമ്പിലിരിക്കുന്ന മുത്തഅല്ലിമീങ്ങള്, അല്ലാഹുവേ, നിങ്ങൾ ദാറുൽ ഹുദയിലേക്ക് പോവും. നിങ്ങൾ അവസാനം ഹുദവികളായിട്ട് ഈ സമുദായത്തിന്റെ മസ്ജിദുകളുടെ നേതൃനിരയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ മസ്ജിദിന്റെ മിമ്പറുകളിലും മിഹ്റാബുകളിലും നിന്നിട്ട് അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ ഈ ഉമ്മത്തിന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ കാലഘട്ടമായേക്കാം. വലിയ 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 പ്രതിസന്ധികളെ ഈ ഉമ്മത്ത് അതിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായ
തോന്നിയേക്കാം. എന്റെ പ്രിയമുള്ള പണ്ഡിത സുഹൃത്തുക്കളോട്, എന്റെ പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങളോട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ പ്രതീക്ഷ പകർന്നു നൽകണേ. ശത്രു കൊല്ലുവെന്ന് പറഞ്ഞു പേടിപ്പിക്കലല്ല, ശത്രുവിന്റെ വലിപ്പം പറഞ്ഞിട്ട് ഉമ്മത്തിന്റെ ഹൃദയത്തിൽ പേടി ഉണ്ടാക്കലല്ല. സഹാബത്തിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ട് ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളില് ഈമാനിന്റെ ബലം നിങ്ങൾ ഉറപ്പിച്ചു കൊടുക്കണേ. ഭീരുത്വത്തിന്റെ വാക്കു പറയേണ്ടതില്ല, ഈ സമുദായത്തിനെ പേടിപ്പിക്കേണ്ടതില്ല. മൂസാ നബി കാണിച്ചു തന്നത് വിരലിലെണ്ണാവുന്നൊരു സമൂഹത്തെയും കൊണ്ടാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കടൽ തീരത്തിന്റെ മുമ്പ് വന്നു നിൽക്കുന്നത്. ഖാല അസ്ഹാബു മൂസാ ഇന്നാല മുദ്റകൂൻ, രക്ഷപ്പെടാൻ വേറെ വഴിയില്ലല്ലോ നബിയെ. ആരാണ് സഹായിക്കാനുള്ളതെന്ന് മൂസാ നബിക്ക് മുമ്പിൽ സർവ്വതും നഷ്ടപ്പെട്ടിട്ട് ആ ജനത നിൽക്കുമ്പോ മൂസാ നബിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല, രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. മൂസാ നബി പറയുകയാണ്, കാലക്കല്ല ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? സർവായുധ സജ്ജീകരണങ്ങളുമായിട്ട് നമ്മളെ ആക്രമിക്കാൻ കടന്നു വരുന്ന ഫിർഔനിന്റെ അംഗബലവും ആയുധബലവും കണ്ടിട്ടാണോ നിങ്ങൾ ഭയപ്പെട്ടു പോകുന്നത്? പേടിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. എന്റെ റബ്ബനിക്ക് വഴി തുറന്നു തരുമെന്ന്, എന്റെ റബ്ബനിക്ക് ശരിയായ വഴി തുറന്നു തരുമെന്ന് അചഞ്ചലമായ വിശ്വാസം തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചിട്ട് മൂസാ നബി തന്റെ അനുയായികളോട് പറഞ്ഞിടത്തല്ലേ അല്ലാഹു കടലിനോട് പറഞ്ഞത്, മൂസാ നബിയെ ആ കടലിലേക്ക് അവിടുന്ന് നിന്റെ വടി കൊണ്ടടിക്കൂ നബിയെ. മൂസാ നബി കടലിലേക്ക് വടി കൊണ്ടടിച്ചു. കടലതാ മൂസാ നബിക്ക് മുമ്പിൽ വഴിയൊരുക്കുകയാ. മൂസാ നബിയും സമൂഹവും അതാ ആ കടൽ പിടർന്നക്കരെ കിടക്കുന്നു. ആ കടലിനാണ് ഫിർഔനിനെയും സംഘത്തെയും അല്ലാഹു മുക്കിക്കൊന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഫാസിസം മരങ്ങ് തകർക്കട്ടെ സഹോദരങ്ങളെ, ഫാസിസം മരങ്ങ് തകർക്കട്ടെ സഹോദരങ്ങളെ. എത്ര വരെയാണ് നിങ്ങൾ പോകുന്നതെന്ന് കാണാനാണ്. ഒരു ശത്രുവിനെയും അല്ലാഹു പിടിച്ചു കെട്ടാതിരുന്നിട്ടില്ല. ഉമ്മത്ത് മനസ്സിലാക്കണം, ഒരു ശത്രുവിനെയും അല്ലാഹു തകർത്തെറിയാതിരുന്നിട്ടില്ല, ഒരു ശത്രുവിനെയും അല്ലാഹു പിടിച്ചു കെട്ടാതിരുന്നിട്ടില്ല. കുറച്ചിങ്ങനെ അല്ലാഹു അഴിച്ചു വിടുകയാണ്. പൊക്കോ, നീ ഇങ്ങനെ സഞ്ചരിച്ചോ സഞ്ചരിച്ചോ, ഏതുവരെയാണ് നീ പോകുന്നതെന്ന് കൃത്യമായിട്ട് എനിക്കറിയാമെന്ന് അല്ലാഹ്. ആരാ? കൃത്യമായിട്ട് എനിക്കറിയാമെന്ന് അല്ലാഹ്. മുസ്ലിം സമുദായത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഉറപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ നടക്കട്ടെ. 1000 ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങളെ ഫാസിസമേ നിങ്ങൾ തകർത്തെറിഞ്ഞാലും ശരി, ഇനിയും നൂറുകണക്കിന് ഗ്യാൻവാപ്പി പള്ളികൾക്കുള്ളില് നിങ്ങളുടെ ഇഷ്ടാനുസരണം ആരാധന നടത്താനുള്ള അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുത്താലും ശരി, അല്ലാഹു ഒരു നാൾ പിടിക്കും, ഒരു നാൾ പിടിക്കും. സർവ്വതിന്റെയും അവസാനം ഈ സമുദായത്തിന് കാണാൻ ഒരു അവസരം അല്ലാഹു കൊടുക്കുമെന്ന് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഫിർഔനും ഹാമാനും ഖാറൂനും അടക്കമുള്ളവരുടെ ജീവിതം ഈ സമുദായം കണ്ടുപഠിച്ചവരല്ലേ. നിരാശപ്പെടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അല്ലാഹ് ഇതൊന്നും കാണുന്നില്ലെന്ന് നിങ്ങൾ കരുതണ്ട. എന്റെ റബ്ബ് കൃത്യമായിട്ട് ഇത് കാണുന്നവനാ, ഇത് കാണുന്നവനാ. ഒരു പക്ഷെ ഈ പാതയത്തിലൂടെ നടന്നു പോകുമ്പോ പാപ്പാ നിനക്ക് ചിലപ്പോ നിന്റെ ജീവൻ നഷ്ടമായേക്കാം, നിന്റെ സമ്പത്ത് ചിലപ്പോ നിനക്ക് കൊടുക്കേണ്ടി വന്നേക്കാം, നിന്റെ മക്കളെ ഒരു പക്ഷേ ശത്രു എടുത്തൊന്നു വരാം, ജീവിതത്തിൽ നിനക്ക് പ്രതിസന്ധികൾ തന്നൊന്നു വരാം. ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിക്കട്ടെ, ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിക്കട്ടെ. ഏതു പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും അല്ലാഹ് ഈ പരിശുദ്ധ ദീനിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നു നീ എടുത്തു മാറ്റല്ലേ അല്ലാഹ്. ഉമ്മത്തിന്റെ പ്രാർത്ഥന അതുതന്നെയാവണം.
എന്റെ മക്കള് പോവട്ടെ കുഴപ്പമില്ല, എന്റെ ഭാര്യ പോവട്ടെ കുഴപ്പമില്ല, എന്റെ സർവ്വതും പരിശുദ്ധ ദീനിന് കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് ശത്രുവിന്റെ മുമ്പില് മനസ്സുറപ്പിച്ചിട്ടൊരു മുസ്ലിം സമുദായത്തിന്റെ മക്കൾക്ക് പറയാൻ എന്നാണോ ഈ മാനികമായ കരുത്തു വരുന്നത്, അന്ന് ഈ സമുദായത്തിന്റെ ശത്രുക്കള് ഈ സമൂഹത്തിന്റെ മുമ്പിൽ അടിയറവ് വെക്കും. കുറച്ച് കാത്തിരിക്കണമെന്നു മാത്രം, കുറച്ച് കാത്തിരിക്കണമെന്നു മാത്രം. അവിടെയാണ് ഈമാൻ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിക്കേണ്ടത്. നമുക്കൊന്ന് പേടിയായി പോയി, ഫാസിസത്തോട് സന്ധിയില്ല, സമരത്തിൽ ഏർപ്പെടാറില്ല നമ്മള്. നമുക്ക് വാതുറക്കാൻ പേടിയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാ ഈ രാജ്യത്തു തന്നെ പുറത്താക്കി കളഞ്ഞാലോ, എന്റെ ബിസിനസ് തകർന്നു പോയാലോ, എന്റെ രാഷ്ട്രീയമായ മുഴുവൻ പദവികളും എനിക്ക് നഷ്ടപ്പെട്ടു പോയാലോ, പലപ്പോഴും പലരും പറയാൻ പ്രയാസപ്പെടുകയാ. ഏ ഉമ്മത്തെ അല്ലാഹുവിന്റെ റസൂല് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നത്, ഈ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരാനുണ്ട്. യൂസിക്കു അൻ തദാ അലൈക്കുമുൽ ഉമമു കമാ തദാ അൽ അക്ലതു ഇലാ ഖസ്അതിഹാ. ഈ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരാനുണ്ടെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഈ സമുദായത്തോട് പറഞ്ഞു തരികയാ. യൂസിക്കു അൻ തദാ അലൈക്കുമുൽ ഉമമു കമാ തദാ അൽ അക്ലതു ഇലാ ഖസ്അതിഹാ. വിഷം നൊട്ടിയവന്റെ മുമ്പിലേക്ക് സർവസജ്ജീകരണങ്ങളോടും കൂടിയ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവരുമ്പോ ആർത്തിയോടെ അതിനെ സമീപിക്കുന്നത് പോലെ ഈ സമുദായത്തെ 4 ഭാഗത്തു നിന്നും ആക്രമിക്കാൻ ശത്രുക്കൾ കടന്നു വരുന്നൊരു കാലം വിദൂരത്തല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ സമുദായത്തെ 4 ഭാഗത്തു നിന്നും തച്ചു തകർക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കള് ഈ ഉമ്മത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. സഹാബി ചോദിക്കുകയാ, അവമിന് ഖില്ലത്തിംബിനാ യൗമൈദി യാ റസൂലല്ലാഹ്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ എണ്ണത്തിൽ കുറവാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്നു, അവമിന് ഖില്ലത്തിംബിനാ യൗമൈദി യാ റസൂലല്ലാഹ്. ഞങ്ങൾ എണ്ണത്തിൽ കുറവാണോ നബിയേ? ഞങ്ങൾ ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ? സഹോദരങ്ങളെ, 275 കോടിയിലധികം മുസ്ലിമീങ്ങള് ഈ ലോകത്ത് അധിവസിക്കുന്നുണ്ടെന്ന് 2024 ഏറ്റവും പുതിയ കണക്ക് പുറത്തു വരുമ്പോ 19.25 ലക്ഷം കോടി ജനങ്ങള് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അധിവസിക്കുന്നുണ്ടെന്ന് പറയുമ്പോ സഹോദരങ്ങളെ, റസൂലുള്ള പറയുകയാ, ബല്ലിന്നകും യൗമൈദിന കസീറൂൻ. നിങ്ങൾ എണ്ണത്തിൽ കുറവല്ല, നിങ്ങൾ ന്യൂനപക്ഷമെന്ന് റേഷൻ കാർഡിൽ മാത്രമാണ് നിങ്ങൾ ന്യൂനപക്ഷം. സമുദായമേ, നിങ്ങൾ ഭൂരിപക്ഷമാ. വലാകിന്നകും ഗുസാഉൻ കഗുസാഇ സൈൽ. അന്നത്തെ ദിവസം നിങ്ങൾ മഴവെള്ളപ്പാച്ചിലിലെ ചണ്ടികളെ പോലെയാ. നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിവില്ല. മുസ്ലിം ഉമ്മത്തിനൊരു പ്രയാസം വരുമ്പോൾ നിങ്ങളുടെ വായിൽ സംസാരിക്കാനാവില്ല. പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെ മക്കളെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരില്, ധരിച്ച വസ്ത്രത്തിന്റെ പേരില് എത്രയാ മുസ്ലിം മക്കളെ തല്ലിക്കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടത്. പലപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, അത് വടക്കേ ഇന്ത്യയിലല്ലേ, അത് തെക്കേ ഇന്ത്യയിലല്ലേ, എന്റെ നാട്ടിലേക്ക് ഇത് കടന്നു വന്നിട്ടില്ലല്ലോ. റസൂലുള്ള എത്ര കൃത്യമായിട്ടാണ് ദീർഘവീക്ഷണത്തോടെയാ ഈ സമുദായത്തോട് പറഞ്ഞു തന്നത്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇ സൈൽ. ഈ സമുദായം എണ്ണത്തിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
നിങ്ങൾ 20 കോടിയോ 200 കോടിയിലോ അധികം ഉണ്ടാവും. പക്ഷേ മുസ്ലിം സമുദായത്തിനൊരാവശ്യം വരുമ്പോ നിങ്ങളുടെ വായിൽ നാവുണ്ടാവൂല. അവിടെ എന്റെ അധികാരമാണ്. അധികാരത്തിന്റെ അപ്പക്കസനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അധികാരം തന്റെ ഹൃദയത്തെ, തന്റെ മസ്തിഷ്കത്തെ മത്ത് പിടിപ്പിച്ചപ്പോ സമുദായത്തെ നമ്മൾ മറന്നു പോവുകയാണ്. ഈ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആളില്ല. യാൻവാപ്പി പള്ളിയുടെ മുമ്പില് ഈ സമുദായത്തിന്റെ മക്കള്, എന്റെ പ്രിയമുള്ളവരെ, 1000ഓളം വർഷം ഇബാദത്ത് നടത്തിയ യാൻവാപ്പി പള്ളിയുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, പരിശുദ്ധമായ നമസ്കാരത്തിലേക്ക് അതുവരെ ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരുന്ന യാൻവാപ്പി പള്ളിയാ പൊളിച്ചെറിഞ്ഞത്. എന്റെ ഉമ്മത്തെ, ശബ്ദിക്കാൻ നിന്റെ വായിൽ ശബ്ദമില്ലാതെ പോയത്. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങളെ തകർത്തെറിഞ്ഞപ്പോൾ നിങ്ങൾ സമന്വയം പാലിക്കണേ, നിങ്ങൾ പ്രതിഷേധിക്കരുതേ, നിങ്ങൾ ആക്രമിക്കരുതേ. ഒരു അമ്പലത്തിന്റെ മുമ്പിലേക്ക് ഒരു കല്ല് പോലും വലിച്ചെറിയരുത് എന്ന് ഈ സമുദായത്തിന്റെ നേതൃത്വം നമ്മോട് പറഞ്ഞപ്പോ അത് അക്ഷരം പടി നമ്മൾ അനുസരിച്ചവരാ. അവസാനം തീരുമാനം വന്നപ്പോഴും നമ്മൾ പറഞ്ഞതെന്താ? ഒരു പള്ളിയല്ലേ പോയത്, പ്രശ്നമാക്കണ്ട. ഇനിയും എത്രയോ പള്ളികളുണ്ട്, ഇനിയും എത്രയോ പള്ളികളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ സമാധാനപ്പെട്ടവരാ. ഇതാ അടുത്ത പള്ളിയിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. കഴിയുകയാ. അജ്മീർ ദർഗയിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. ഇനി ഓരോന്ന് മദീനയിലെ ഈദ്ഗാഹ് മസ്ജിദിലേക്ക് 1000ഓളം മസ്ജിദുകളെ കൃത്യമായിട്ട് ഞങ്ങൾ പൊളിച്ചെടുക്കുമെന്ന് സംഘപരിവാര രാഷ്ട്രീയം നമ്മുടെ മുമ്പിൽ വെല്ലുവിളിക്കുമ്പോ നമ്മുടെ നാവ് കൊണ്ട് പോലും ഒരു വാക്ക് ശബ്ദിക്കാൻ എന്തേ ഉമ്മത്തെ നമുക്ക് കഴിയാതെ പോയത്? നമുക്ക് നമ്മുടെ ഭരണത്തിന് തുടർച്ച വേണം. എനിക്കെന്റെ അധികാരം വേണം. സമുദായമെന്നില്ല, രാഷ്ട്രീയമെന്നില്ല. എനിക്കെന്റെ അധികാരത്തിന്റെ കസേരയിൽ അടിയുറച്ചിരിക്കണമെന്ന അധികാരത്തിന്റെ മോഹം എന്തേ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോ അധികാരത്തിന്റെ അപ്പക്കസനങ്ങൾക്ക് വേണ്ടി ഈ സമുദായത്തിന്റെ മുമ്പ് നീ ഓച്ചാനിച്ച് നിന്നിട്ട് ഈ സമുദായത്തിന്റെ വോട്ട് വാങ്ങിയിട്ട് കീശയിലിട്ടിട്ട് ഭരണകർത്താക്കൾ അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോ എന്തോ വിപ്ലവം ഈ രാഷ്ട്രത്ത് നിങ്ങൾ സംഭവിപ്പിക്കുമെന്ന് പറഞ്ഞവരല്ലേ? എന്തേ നിങ്ങൾ മറന്നുപോയത്? ഈ സമുദായത്തിനെ മറന്നുപോയതെന്തേ? ഈ സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ മറന്നുപോയതെന്തേ? അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ്സൈൽ, നിങ്ങൾ മഴവെള്ളപ്പാച്ചിലിലെ ചണ്ടികളെ പോലെയാ. നിങ്ങൾക്കൊരു കമാന്നൊരു വാക്ക് പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ്സൈൽ വഖദ് നസല ബികുമുൽ വഹ്നു വമൽ വഹ്നു യാ റസൂലല്ലാഹ്. ഈ സമുദായമേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ശബ്ദിക്കാത്തതെന്നറിയുമോ? എന്തുകൊണ്ടാണ് നിങ്ങൾ വായുന്നനക്കാത്തതെന്നറിയുമോ? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഒരു രോഗം തരുകയാ. വഖദ് നസല ബികുമുൽ വഹ്നു, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു വഹ്ൻ എന്ന രോഗം തരുകയാ. വമൽ വഹ്നു യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ വഹ്ൻ എന്ന രോഗം? റസൂലുള്ള പറയുകയാ, ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത ഇഷ്ടമാണ്. അധികാരവും സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തില് എന്നും നിലനിന്ന് കിട്ടണമെന്നുള്ള അത്യാഗ്രഹമാണ്. ഈ ദുനിയാവിന്റെ സുഖലോലുപതയുടെ പുറത്ത് ഒരുപാട് കാലം ജീവിക്കണമെന്ന് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാത്ത കൊതിയാ, നിന്റെ ഹൃദയത്തിൽ വല്ലാത്ത ഇഷ്ടമാ. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ കുറിച്ച് നിന്റെ ഹൃദയത്തിൽ വെറുപ്പാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഉണരട്ടെ സമുദായമേ, നിങ്ങളുടെ ഹൃദയത്തെ
ഉണരട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉണരട്ടെ, നിങ്ങളുടെ മനസ്സുകൾ ഉണരട്ടെ. സമുദായമേ, പേടിച്ചരണ്ടു ജീവിക്കേണ്ടവനല്ല, അടിമകളെ പോലെ ജീവിക്കേണ്ടവനല്ല. നമ്മൾ അല്ലാഹുവിന്റെ അടിമ മാത്രമാ, നമ്മളെ ഉടമ അല്ലാഹുവാ. കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയട്ടെ. ജീവിത പാതയങ്ങളിലെ കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറായിക്കോ. ജീവിതത്തിൽ മരിക്കേണ്ട ഒരു സാഹചര്യം കടന്നു വന്നാൽ പോലും അല്ലാഹുവിനോട് ദുആ ചെയ്തോ, അല്ലാഹ് പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ ഈമാൻ എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. സഹാബത്ത് ജീവത്യാഗം ചെയ്തത് അതിനായിരുന്നത്രേ, അവര് ജീവൻ കൊടുത്തത് അതിനായിരുന്നത്രേ, സമ്പത്ത് കൊടുത്തത് അതിനായിരുന്നത്രേ. അവരുടെ ജീവിതത്തിന്റെ മുമ്പില് ഫാസിസത്തിന്റെ ഒരു യാതൊരു വിധത്തിലുള്ള ജൽപ്പനങ്ങളും വില പോയിട്ടില്ല. ഓഫറുകൾ അവരുടെ മുമ്പിൽ വെച്ചു, അവർ സ്വീകരിച്ചിട്ടില്ല. സർവ്വതും ഈ ദുനിയാവിൽ തരാമെന്ന് പറഞ്ഞപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തൊക്കെ പുറങ്കാല് കൊണ്ട് വലിച്ചെറിയുകയാ. ദുനിയാവിന്റെ സുഖങ്ങളല്ല, ദുനിയാവിന്റെ രസങ്ങളല്ല. അല്ലാഹുവേ, ഈമാനോടൊരു മരണമാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് നമ്മളോട് പറഞ്ഞു തന്നത്. മഹദിയായ ആസിയ റളിയല്ലാഹു തആല അൻഹയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്, മഹാനായ ഖുബൈബ് തങ്ങളെ പരിചയപ്പെടുത്തി തന്നത്, മഹാനായ അമ്മാർ ഇബ്നു യാസിറിനെ പരിചയപ്പെടുത്തി തന്നത്, മഹാനായ അംർ ഇബ്നുൽ ജബൂഹിനെ പരിചയപ്പെടുത്തി തന്നത്, മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ പരിചയപ്പെടുത്തി തന്നത്, മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ പരിചയപ്പെടുത്തി തന്നത്, മഹദിയായ ബീബി സുമയ്യ റളിയല്ലാഹു തആല അൻഹും. ഇവരെ അല്ലാഹുവിന്റെ റസൂല് ഈ സമുദായത്തിന് പരിചയപ്പെടുത്തി തന്നത് എന്തിനാ? വെറുതെ ഒരു ചരിത്രം കേട്ടിട്ട് പോവാനല്ല വപ്പാ. ആ ചരിത്രത്തിൽ നിന്ന് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഈമാൻ ഉറപ്പിക്കാനാ, ഈമാൻ ഉറപ്പിക്കാനാ പെങ്ങളെ. ഈമാനിന്റെ പേരിലുള്ള പരീക്ഷണം നേരിട്ടാൽ ആ പരീക്ഷണത്തെ അതിജയിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അത് സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ യിലൂടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോ മഹാനായ അമ്മാർ ഇബ്നു യാസിറിന്റെ കുടുംബത്തിനെ ശത്രുക്കൾ അല്ലാഹുവിനെ വിശ്വസിച്ചതിന്റെ പേരിൽ പ്രയാസപ്പെടുത്തുകയാ, തീ കൊണ്ടവരെ ഉപദ്രവിക്കുകയാ. ഒരു പായിലേക്ക് പൊതിഞ്ഞിട്ട് രണ്ടു വശത്തുകൂടിയും തീയുടെ പുക ഇങ്ങനെ കടത്തി വിട്ടിട്ട് പ്രയാസപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാൻ തങ്ങളുടെ കൈ പിടിച്ചിട്ട് ബത്ഹായിലൂടെ പോകുമ്പോ എന്റെ പ്രിയമുള്ള മംഗലാപുരത്തെ മാടന്നൂര പെങ്ങളെ, മുസ്ലിമായതിന്റെ പേരിൽ നിനക്ക് ഇതേവരൊരു സമ്പത്തോ ഏതെങ്കിലും ഒരു പ്രയാസങ്ങളോ ഈ ദുനിയാവിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. അവര് സഹിച്ച ത്യാഗത്തിന്റെ പരിണിത ഫലം സന്തോഷത്തോടെ നമ്മൾ ഇവിടെ ഏറ്റുവാങ്ങിയിട്ട് ജീവിക്കുകയല്ലേ. നമുക്ക് നമ്മുടെ മക്കളെ ദീനിന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ സമ്പത്ത് പ്രതിസന്ധി ഘട്ടത്തില് ദീനിന് നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അവിടെയാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞു പോയൊരു കാലഘട്ടത്തിലെ സമൂഹം അനുഭവിച്ച അവര് സഹിച്ച പ്രയാസങ്ങള് ഈ കാലഘട്ടത്തിലെ ഉമ്മത്തും പ്രതീക്ഷയോടെ കാത്തിരിക്കണേ. അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വന്നാൽ ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഊരിപ്പോവല്ലേ വാപ്പാ. അല്ലാഹുവിന്റെ റസൂല് മദീനത്തെ പള്ളിയിലെ സഹാബത്തിന് ഇത് പറഞ്ഞു കൊടുത്തത്, ഈ സമുദായത്തിൽ അവസാനം നഷ്ടമാകുന്നത്, ഈ സമുദായത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈമാൻ നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് കടന്നു പോവാതിരിക്കാനാ. എത്ര പ്രതീക്ഷയാണ് ഈ ഉമ്മത്തില്, എത്ര താല്പര്യമാണ് ഈ ഉമ്മത്തിനോട് ഹബീബിന്. റസൂലുള്ളാഹി ബത്ഹായിലേക്ക് കടന്നു പോയപ്പോ അമ്മാർ ഇബ്നു യാസിറിന്റെ കുടുംബം വന്നിട്ട് പറയുന്നു, നബിയേ,
യാ റസൂലല്ലാഹ്, അങ്ങ് കാണുന്നില്ലേ നബിയെ ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നത്, ഞങ്ങളെ നൊമ്പരപ്പെടുത്തുന്നത് അങ്ങ് കാണുന്നില്ലേ നബിയെ? അല്ലാഹുവിന്റെ റസൂല് തങ്ങൾ അമ്മാർ ഇബ്നു യാസിർ തങ്ങളോട്, തങ്ങളുടെ കുടുംബത്തോട് പറയുകയാ, ഇസ്ബിറൂ ആല യാസിർ, ഓ യാസിറിന്റെ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കണേ, ഫഇന്ന മസീറക്കും മിനൽ ജന്ന, നിങ്ങളുടെ ത്യാഗത്തിന്റെ പരിണിത ഫലം എന്തെന്നറിയുമോ? നിങ്ങളെ സഹിച്ച പ്രയാസത്തിന്റെ പ്രതിഫലമാ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് എന്തെന്നറിയുമോ? ഫഇന്ന മസീറക്കും മിനൽ ജന്ന. വാപ്പാ, ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിച്ചോ? ഞാൻ അവസാനിപ്പിക്കുകയാ. സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ പാതയങ്ങളില് അവൻ ഏൽക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് ഈമാനിന്റെ പേരിലുള്ള പ്രതിസന്ധിയാണ്. അതുകൊണ്ട് മുസ്ലിമായി ജീവിച്ച നമ്മള് മുസ്ലിമായി മരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അത് വലിയൊരു പ്രതിസന്ധി ഘട്ടമാണ്, പ്രയാസഘട്ടമാ. അള്ളാന്റെ റസൂൽ ഈ സമുദായത്തിനൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലിരുന്നിട്ട് റസൂലുള്ള ദുആ ചെയ്യുകയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ പരിശുദ്ധ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് അള്ളാന്റെ റസൂല് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരുന്നിട്ട് ദുആ ചെയ്യുമ്പോ മഹദി ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ അങ്ങിങ്ങനെ ദുആ ചെയ്യുന്നത്? ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ള പറയുകയാ, ഉമ്മു സലമ, ഒരു മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാ. ഫമൻ ശാഅ ഖാമ വമൻ ശാഅ സഗാ. ഒന്നെങ്കിൽ അല്ലാഹു അവരുടെ ഹൃദയത്തെ പരിശുദ്ധ ദീനിൽ നിന്ന് അല്ലാഹു തെറ്റിച്ച് കളയുകയാണ്, അതല്ലെങ്കിൽ അല്ലാഹു ഹൃദയത്തെ പരിശുദ്ധ ദീനിൽ ഉറപ്പിച്ചു വെക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഈ തൊപ്പി വെച്ചതും ദാടി വെച്ചതും ഈ തലപ്പാവ് ധരിച്ചതും ഈ സദസ്സിൽ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴോ എനിക്കുറപ്പില്ല വാപ്പാ, എന്റെ അവസാന സമയം എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുമെന്ന്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമാണത്. നിന്റെ മുമ്പിൽ അസ്റായിൽ വന്നു നിൽക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ ഹജ്ജും ഇതര കർമ്മങ്ങളും മുസ്ലിമായി മരിക്കാനുള്ള മാനദണ്ഡമെന്ന് നിങ്ങളെ കരുതി പോയെങ്കില് അല്ലാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യരെ പരിചയപ്പെടുത്തുകയാണ്. ഹുനൈൻ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാ. ശത്രുവും സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. മഹാനായ സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഇങ്ങനെ ഖൈമയിലിരിക്കുന്നു. സഹാബത്ത് നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ തന്റെ കയ്യിലിരുന്ന വാളുകൊണ്ട് ശത്രുവിന് നേരെ പൊരുതുകയാ. തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ശത്രുവിന്റെ തലവാള് കൊണ്ട് കശരിച്ചു കളയുകയാ. സഹാബത്ത് എല്ലാവരും ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറഞ്ഞത്, സഹാബാ, ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ പ്രതിഫലം ആ ചെറുപ്പക്കാരനല്ലയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് ഇരുന്നിട്ട് സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഹുവ മിൻ അഹ്ലിന്നാ. സഹാബാ, നിങ്ങളൊക്കെ സ്വർഗത്തിലാണ്, പ്രതിഫലത്തിന് മുൻപന്തിയിലാണെന്ന് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ഹുവ മിൻ അഹ്ലിന്നാർ, ആ മനുഷ്യനെ നരകത്തിലാ. സഹാബാ, സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ശങ്കയായി. അല്ലാഹുവേ, ഞങ്ങളൊക്കെ പ്രതിഫലത്തിന് മുൻപന്തിയിലെന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് നരകത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയോ? സഹൽ തങ്ങൾ രണ്ടാളുകളെ ആ ചെറുപ്പക്കാരനെ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തുകയാണ്. അവസാന യുദ്ധം കൊടുമ്പിരി കൊണ്ടു.
അസത്യവും സത്യവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഏതോ ഒരു ശത്രു വന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ആഞ്ഞുവെട്ടി. ആ ശരീരത്തോടെ രക്തം ഇങ്ങനെ വെളിയിലേക്ക് നിർഗളിച്ചു. തന്റെ ശരീരത്തിൽ പറ്റിയ മുറിവിന്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ആ മനുഷ്യനുണ്ടല്ലോ സഹോദരങ്ങളെ, ആ യുദ്ധത്തിന്റെ ഒരു സൈഡിലേക്ക് മാറി നിന്നു. തന്റെ വാളെടുത്തിട്ട് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് ആത്മഹത്യ ചെയ്തു. സഹൽ ഇബ്നു സഈദ് തങ്ങൾ ഓടുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചു. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയേ, അങ്ങേ ഞാൻ ഒന്നുകൂടി സാക്ഷ്യം വഹിക്കുന്നു. നബിയേ, അങ്ങ് പറഞ്ഞത് സത്യമാണു, സത്യമാ. സഹലേ, മനുഷ്യന്റെ ഹൃദയമുണ്ടല്ലോ, കാറ്റത്ത് കെട്ടിത്തൂക്കിയിടപ്പെട്ടിരിക്കുന്ന കരിയില പോലെയാണ്. അത് എവിടേക്കും അറിയുമെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല സഹലേ, ഒരാൾക്കും കഴിയില്ല സഹലേ. അതുകൊണ്ടാണ് അല്ലാഹു ഹൃദയത്തിനും മാറി മറിയുന്നത് എന്ന് അർത്ഥമുള്ള പേര് വെച്ചതെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. കൽബെന്ന പേര് തന്നെ ഹൃദയത്തിന് അല്ലാഹു വെച്ചത് എന്തുകൊണ്ടാണ്? മാറി മറിയുന്നത് എന്നാണ് ഹൃദയത്തിന്റെ അർത്ഥം, അല്ലേ? നമുക്കേറെ ഇഷ്ടപ്പെട്ട ആളെ നമ്മൾ കൽബേ എന്നാ വിളിക്കുന്നത്. അത് വിളിക്കുമ്പോഴേ ഓർത്തോണം, ഏത് സമയവും അവൻ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാമെന്ന്, അല്ലേ? കൽബെന്നാണ്, അല്ലേ? കൽബെന്നാണ് നമ്മുടെ പ്രണയിനിയുടെ പേര്. നമ്മൾ മൊബൈൽ എഴുതി വെച്ചിരിക്കുന്നത് എന്റെ ഹെർട്ടാണെന്നാണ്, എന്റെ കൽബാണെന്നാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് അവൾ നിന്നെ തേച്ചിട്ട് പോകുന്നത്. അതാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. കൽബെന്ന് പറഞ്ഞാൽ മാറി മറിയുന്നതെന്നാണ്. എപ്പോഴാണോ അത് മറിഞ്ഞു പോകുന്നതെന്ന് പറയാൻ കഴിയില്ല. എന്റെ നാട്ടിലാണ് ഒരു സഹോദരൻ 2 മാസം മുമ്പ് ഒരു വക്കത്ത് പോലും പള്ളിയിലല്ലാതെ നിസ്കരിക്കാറില്ല. പള്ളിയോട് ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരു സഹോദരൻ, കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്ത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ആ സഹോദരൻ മരിക്കുന്ന അന്നും സുബഹി ജമാഅത്തിന് പള്ളിയിൽ വന്നിട്ട് അവ്വൽ തക്ബീറിൽ ഇമാമിനോടൊപ്പം നിസ്കരിച്ച മനുഷ്യനാണ്. രാവിലെ 7 മണിയായപ്പോ ആ സഹോദരൻ തന്റെ വീട്ടിലെ സീലിംഗ് ഫാനിൽ 1 മുഴം കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു, ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിക്കട്ടെ, അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിക്കട്ടെ. തലപ്പാവും തൊപ്പിയും ധാടിയും ഇതൊക്കെയും ഒരു ഭൗതിക ജീവിതത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു കോലം കെട്ടെന്നല്ലാതെ സഹോദരങ്ങളെ, ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിച്ചിട്ട് മരിക്കാൻ കഴിയുമെന്നതിൽ ഒരാൾക്കും ഉറപ്പില്ല. അത് അള്ളാഹു നമുക്ക് തരുന്ന ഒരു ഔദാര്യമാണ്. അതല്ലേ അള്ളാന്റെ റസൂൽ ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ വന്നതും വരാതിരിക്കുന്നതും മുഴുവൻ പാപങ്ങളും അല്ലാഹ് പുറത്തു കൊടുത്ത ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂബക്കർ, മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങള് പരിശുദ്ധമായ കഅബ ശരീഫിലേക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഒരു കുട്ടിയെ പോലെ ഉമറിന്റെ ചാരത്തേക്ക് ആരാണ് ചെല്ലുന്നതെന്ന് നിങ്ങളൊന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഉമർ തങ്ങളുടെ അടുക്കലേക്ക് അള്ളാന്റെ റസൂൽ കടന്നു ചെന്നിട്ട് പറയുക, ഉമറേ, നാളെ നീ പരിശുദ്ധ കഅബയിലേക്ക് ചെന്നിട്ട് നിന്റെ റബ്ബിലേക്ക് നിന്റെ കൈകൾ ഉയർത്തുമ്പോ നിന്റെ കൂട്ടുകാരനെ നീ മറക്കല്ലേ ഉമറേ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വേഷവും എന്തോട് പൊട്ടിക്കലാടാ ഇരുന്ന് പൊട്ടിക്കുന്നത്. ഇത് ഉറൂസിന്റെ സദസ്സല്ലേ? നിന്റെ പടക്കമൊക്കെ പിന്നെ വിൽക്കാം. കച്ചവടത്തിനൊരു മര്യാദയില്ലേ? ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉമറേ, നീ കഅബയിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തുന്ന സമയത്ത് നിന്റെ കൂട്ടുകാരൻ മുഹമ്മദിനെ നീ മറന്നു പോകരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തു നിന്ന് വിട പറയാൻ കിടക്കുമ്പോ അബൂ ലുഅ്ലുഅ എന്ന മജൂസിയുടെ കുത്തേറ്റ് പരിശുദ്ധമായ മദീനത്തു ത്വയ്യിബയില് കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് വാപ്പാന്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ച പൊന്നുമകൻ അബ്ദുള്ളയോട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ട സഹാബി സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞത്, മോനെ,
ഈ വാപ്പാന്റെ തലയെടുത്തിട്ട് നീ മണ്ണിലേക്ക് വലിച്ചെറിയ. ഈ തല കിടന്നു മണ്ണിൽ ഉരുളുന്ന കണ്ടിട്ടെങ്കിലും എന്റെ റബ്ബിന് എന്നോട് കരുണ തോന്നട്ടെ എന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റബീഅത്ത് ഇബ്നു കഅബിനെ ഒരു വാക്കുകൊണ്ട് പ്രയാസപ്പെടുത്തിയപ്പോ റബീഅത്ത് ഇബ്നു കഅബിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, റബീഅ, ഏതു സ്ഥലത്ത് വെച്ചാണോ നിന്നെ ഞാൻ മോശമായത് പറഞ്ഞത്, അതേ സ്ഥലത്ത് വെച്ച് ജനസമക്ഷത്തില് നീ എന്നെ മോശമായിട്ട് പറയണം. റബീഅത്ത് ഇബ്നു കഅബ് പറഞ്ഞില്ല, അബൂബക്കറെ, എനിക്കതിന് കഴിയില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഇലാ ഹളറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുക, നബിയേ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എനിക്ക് പറ്റിപ്പോയി. റബീഅത്ത് ഇബ്നു കഅബ് എന്നോട് മാപ്പ് തരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ റബീഅത്ത് ഇബ്നു കഅബിനെ വിളിച്ചിട്ട് പറഞ്ഞു, റബീഅത്ത് ഇബ്നു കഅബേ, നീ അബൂബക്കറിന് വേണ്ടി പാപമോചനം നേടണം. നീ റബീഅത്ത് ഇബ്നു കഅബേ, നീ അബൂബക്കറിന് വേണ്ടി പാപമോചനം തേടണം. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെ നന്മ ഒരു തുലാസിലും അബൂബക്കറിന്റെ നന്മ മറ്റൊരു തുലാസിലും വെച്ചാൽ അബൂബക്കറിന്റെ നന്മക്കാണ് കനം തൂങ്ങുകയെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ജീവിതം നയിക്കുമ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകര് സ്വർഗത്തിലെന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോഴും ഞാൻ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ സ്വന്തമായി പറയുമ്പോഴും സഹോദരങ്ങളെ, അവരുടെയൊക്കെ ജീവിതത്തിന്റെ ചിന്താഗതി എത്ര താഴ്ന്നതായിരുന്നുവെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തൊപ്പിയും നമ്മുടെ ധാടിയും നമ്മുടെ തലപ്പാവും ഒക്കെ നമ്മൾ തന്നെ തീരുമാനിച്ചു സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുമെന്ന്. ഇല്ല, അത് അല്ലാഹു നമുക്ക് തരുന്നൊരു ഔദാര്യമാണ്. അല്ലാഹു നമുക്ക് തരുന്നൊരു ഔദാര്യമാണ്. അല്ലാഹുവേ, നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണേ അല്ലാ, നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിത പാതയങ്ങളിൽ കാലിടരുത്. ഏത് പ്രതിസന്ധി ജീവിതത്തിൽ അതിജയിക്കേണ്ടി വന്നാലും അള്ളാഹു എന്നെ ചേർത്തു പിടിക്കുമെന്ന പ്രതീക്ഷ ഒരിക്കൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മുറിഞ്ഞു പോവരുത്. ജീവിതത്തിന്റെ അവസാനം ഖുർആൻ പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചിട്ട് ജീവിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങളിൽ ഒരാളും മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം ഞാൻ നിങ്ങളോട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും. ജീവിതത്തിൽ തളർന്നു പോകുന്ന വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. കാലം വികലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉമ്മത്ത് പ്രതിസന്ധിയിലാണ്, പ്രശ്നത്തിലാണെന്ന് പറയുമ്പോഴും നിന്റെ റബ്ബിനോടുള്ള പ്രതീക്ഷ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരിക്കലും മുറിഞ്ഞു പോവരുത്. എന്റെ അല്ലാഹ് എന്നോടൊപ്പം ഉണ്ടെന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ഉറപ്പിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആൻ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹു റബ്ബെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. സുമ്മസ്തഖാമു, അവരെന്നിട്ട് പരിശുദ്ധ ദീനിൽ അടിയുറച്ചു നിന്നവരാണ്. വേറൊരു വഴിയിലേക്ക് പോയവരല്ല. മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് തട്ടമിടാതിരുന്നവരല്ല. മുസ്ലിമാണ് ഞാനെന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ബഹുദൂരം അകന്നു പോയവരല്ല. മുസ്ലിമാണെന്ന് പറഞ്ഞു ആ പരിശുദ്ധ ദീനിൽ തന്റെ ഹൃദയത്തെ അടിയുറപ്പിച്ചു വെച്ചവർ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, പ്രതിസന്ധിയിൽ അള്ളാഹിനെ ഉറപ്പിച്ചു വെച്ചവരെ, നിങ്ങൾ മരിക്കുന്ന സമയത്ത് ആകാശത്തു നിന്ന് അള്ളാഹുവിന്റെ മലക്കുകള് നിങ്ങളുടെ രണ്ട് ഭാഗത്തും വന്നിരിക്കുമത്രേ. എന്നിട്ട് അവർ നിങ്ങളോട് പറയും, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, വലാ തഹ്സനൂ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത സ്വർഗ്ഗത്തില് നിങ്ങൾ നിത്യവാസിയാണെന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനെ ഉറപ്പിച്ചു വെച്ചവരെ, നിങ്ങളിലേക്ക് മരണസമയത്തു രണ്ട് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് സ്വാഗതഗാനം ഓതുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ജീവിത പാതയത്തിൽ കാലിടറുമ്പോ തളരുമ്പോ അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.